ആ സംഘടന അത് സ്കൂളിൽ പറയുമ്പോൾ നമ്മൾ ചോദ്യം ഉത്തരവാകുമ്പോൾ ഈ കുട്ടികളൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങിയില്ലല്ലോ എന്ന് എനിക്കൊരു ഉറപ്പും കിട്ടും. ശരിയല്ലേ? അപ്പൊ ഗുരുദേവൻ പറഞ്ഞത് ശ്രീധാരയുടെ ധർമ്മം പാലിച്ചാൽ മതി എന്നാ. നമ്മുടെ ആധ്യാത്മികവും ഭൗതികവുമായ ജീവിതത്തിലെ എല്ലാം നേടാൻ അത് മതിയെന്ന് മനസ്സിലായോ? എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു പാട്ടുണ്ടായിരുന്നു, ഈശ്വര ചിന്തയെ തൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ. അതിനുശേഷം ഒരു വരിയുണ്ട്, ഇഹപര സുഹൃതം എകിടുമാർക്കും ഇത് സംസാര വിമോചന മാർഗം. കേട്ടിട്ടുണ്ടോ? ഇല്ല. കട്ടല്ലമ്മ പെറ്റതാണ് അതാണോ? അതല്ലല്ലോ. ഇതിൽ അറിയില്ല, എല്ലാവർക്കും അറിയാലോ. അതിൽ പറയുന്ന കാര്യമുണ്ടല്ലോ, ഇഹപര സുഹൃതം ഏകിടുമാർക്കും. ഈ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് നേടാനുണ്ടോ, അതിനുശേഷം ജീവിതാന്ത്യത്തിൽ എന്താണോ നമുക്ക് ലഭിക്കേണ്ടത്, ഇതൊക്കെ കിട്ടാൻ ഒരു ഒറ്റ വഴിയുണ്ട്. ഏതാണ്? ശ്രീനാരായണ ധർമ്മം പരിപാലിച്ചാൽ മതി. അതിനുണ്ടാക്കി തന്ന സംഘടനയുടെ പേരാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അതിന് ചുരുക്കം എന്ന് പറയാമോ? പറഞ്ഞില്ല വിടൂല കേട്ടോ. അപ്പുറത്ത് ചോദിക്കുന്നത് അത്രയ്ക്ക് മുണ്ടാണ്ടിരിക്കുന്നവരെ വെറുതെ വിടൂല. അല്ല പിന്നെ ഞാനിപ്പോ നിങ്ങളുടെ ഒരു കുടുംബാംഗമായിട്ടാണ് നിൽക്കുന്നത്, അവിടെ എനിക്ക് ചോദിക്കാലോ. ചോദിച്ചോട്ടെ. അപ്പൊ എന്താണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെ? SNDP യോഗം. അതിന്റെ ഒരു യൂണിയനാണ് നമ്മുടെ ഈ സിദ്ധി യൂണിയൻ. ഓക്കെ അല്ലേ? സഹോദരി സമ്മതിച്ചോ? ആ യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ വാർഷിക ഗുരുദേവ ജയന്തി ആഘോഷിക്കുന്നത്. അപ്പൊ ഇത് ഗുരുദേവൻ പറഞ്ഞ എന്താണ് നമ്മൾ പാലിക്കേണ്ട ധർമ്മമാണ്. അതിൽ എന്താണ് ആദ്യം പറഞ്ഞ ധർമ്മം എന്നറിയാമോ? ഗുരു ആദ്യം പറഞ്ഞൊരു കാര്യം നിങ്ങൾക്കും എനിക്കും അത്യാവശ്യമായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്, എന്നാലേ ജീവിതത്തിൽ വിജയിക്കുന്നത് കേട്ടോ. അതറിയോ? നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. കേട്ടോ? ഒന്നുകൂടെ പറയണം. എന്താണ്? നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. ഇത് കാണാൻ പഠിച്ചത് കൈവയ്ക്ക് ഇത്ര ബുദ്ധിമുട്ടത് ഗുരുദേവൻ എഴുതുന്ന സഹോദരി കാണാൻ പഠിച്ചല്ലോ. അപ്പുറത്തിരിക്കുന്ന ആള് ഒന്നുകൂടി എന്താണ്? നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. ഇത് എന്താണ് പറഞ്ഞതെന്ന് വ്യാഖ്യാനിച്ച് അർത്ഥം പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? അപ്പൊ ഞാൻ പറയണം? വേണം. അപ്പൊ നല്ല കാര്യം ആര് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കുന്നത് ശരിയല്ല കേട്ടോ എന്നാ. ശരിയാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കരുത്. നന്ദികേടാണ്. പിടികിട്ടിയോ? വേറൊരു കാര്യം പറയുന്നുണ്ട്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. നല്ലതല്ലാത്തത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പടാ അവനെ. അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചു വന്ന അന്നുണ്ടല്ലോ, എന്റെ അമ്മായിയമ്മ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ മറന്നിട്ടില്ല. നല്ല കാര്യമുണ്ടോ സാറേ? നല്ലതല്ലാത്തത് എന്ത് ചെയ്യണം? എന്നിട്ട് മറക്കോ? വാക്കാണ്. എന്നാ മതി. നല്ലതല്ലാത്ത കാര്യം നമ്മൾ മറന്നിരിക്കണം. ഇതാണ് ആദ്യം ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം. ശരിയാണോ? സമ്മതിച്ചോ? അത് ഗുരു പഠിപ്പിച്ചൊരു കാര്യമാണ്. അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട്. ഞാനൊരു കഴിഞ്ഞ മാസമാണ് പത്രത്തിൽ അയച്ച അശോകേട്ടാ, ഇവിടെ ഇദ്ദേഹത്തിന്റെ നാട്ടിലാണെന്നിരിക്കും. സാറിന് നാട് എവിടെയാന്ന് പറഞ്ഞാൽ തലശ്ശേരിയില്. ഇത് കണ്ണൂർ ഭാഗത്താണ്. 65 വയസ്സായ ഒരാൾ, 65 വയസ്സപ്പോ എന്റെ പ്രായമാണ്, എനിക്ക് അത്ര പ്രായമില്ല, പറഞ്ഞു തെറ്റിപ്പോരാ. 65 വയസ്സായ ഒരാള് കൂട്ടുകാരൻ കൂട്ടിയിട്ട് വഴിയിൽ വെച്ച് അതേ പ്രായമുള്ള ഒരാളെ അടിച്ച് തള്ളി താഴെയിട്ട് കല്ലുകൊണ്ട് ഇടിയൊക്കെ കൊടുത്തു. പോലീസ് കേസായി ചെന്ന് ചോദിച്ചോ പറഞ്ഞു, അറിയാമെന്നറിയില്ല എന്താ സംഭവിച്ചെന്നറിയാം. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ 65കാരനായിട്ടുള്ള സഹപാഠി അന്ന് ഇയാളെ തല്ലിയിട്ടുണ്ട്. അതിന് പകരം പറ്റിയത് 65ാമത്തെ വയസ്സിൽ. ഇത് ശരിയല്ല എന്നാണ് ഗുരു പറഞ്ഞത്. നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. ഇത്തരം കാര്യം നിങ്ങൾ ഏറ്റവും എന്നാ നിങ്ങൾ നന്നാവട്ടോ. ഞാനും ഓക്കെ അല്ലേ? പറ്റാത്തൊരു കൈ നോക്കണം. ഞാൻ മറക്കൂല, വാശിക്കാരനാണ്, വിടൂലെന്ന് കുഴപ്പമില്ലല്ലോ സാറേ. ഓക്കെ. ഇതാണ് ഇനി അടുത്തത് നമ്മൾ ഓർക്കേണ്ട ഒരു ധർമ്മം. നമ്മുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത് നമുക്ക് ഈ ജന്മം തന്ന ദൈവത്തെ മറക്കരുതെന്നാണ്. ശരിയാണോ? സഹോദരി ഒന്ന് ആലോചിച്ചേ, മണിപ്പൂരെങ്ങാനുമാണ് നമുക്ക് ജനിക്കാൻ ഇടയായതെങ്കിലോ ഇങ്ങനെ ഒരു ജയന്തി ആഘോഷിക്കാൻ പറ്റുമോ? പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അഫ്ഗാനിസ്ഥാനിലായിരുന്നെങ്കിലോ, വേണ്ട ഇസ്രായേലിലായിരുന്നെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഇവിടെ തന്നെ ജീവിതം തന്നില്ലേ? അതവർ ചിന്തിക്കുന്നില്ല. വേണ്ട കേരളത്തിന് പുറത്തായിരുന്നെങ്കിലോ ഇതുപോലെ ജീവിക്കാൻ പറ്റുമായിരുന്നോ? അപ്പൊ ഇത്രയും നല്ല ഈ മനോഹരമായ ദൈവത്തിന്റെ നാട്ടിലല്ലേ നമുക്ക് ജന്മം തന്നത്. ആ ദൈവത്തെ നമ്മൾ ഓർക്കണ്ടേ സഹോദരി? വേണം. മാത്രമല്ല നമ്മളെ ആരാണ് കാത്തത്? അത് ഈ നന്ദി നമുക്ക് ഉണ്ടാവണം എന്ന് ഗുരുദേവൻ നമുക്ക് എഴുതി തന്നിട്ടുള്ള ഒരു കൃതിയുണ്ട്, പിണ്ടനന്ദി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പിണ്ടനന്ദി കൃതി കേട്ടിട്ടുണ്ടോ? ഇല്ലേ? അങ്ങനെ സംഭവമുണ്ട്.
ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലേ. കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ടർപ്പിച്ചിടുന്നടിയനൊക്കെയും ഇതങ്ങു ശംഭോ. കേട്ടോ, ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലേ. ഗർഭത്തിൽ വെച്ച്, നമ്മളെല്ലാം അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ ഓരോരുത്തരും, ഞാനും അമ്മയുടെ ഉദരത്തിലല്ലേ ജനിച്ചത്? സത്യമാണല്ലോ. എല്ലാവരും അമ്മയുടെ വയറ്റിലാണ് ജനിക്കുന്നത്. അങ്ങനെ ജനിച്ച ശേഷം എനിക്ക് കണക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, നിങ്ങൾക്കറിയാൻ സാധ്യതയുണ്ട്. 9 മാസവും 9 ദിവസവും അങ്ങനെ പറഞ്ഞു. നിങ്ങൾ പഠിക്കട്ടെ കുട്ടികള്. 9 നാഴിക 9 വിനാഴിക അങ്ങനെ കണക്കുണ്ട്. ഈ ഇത്രയും കാലം ഈ 9 മാസം 9 മണിക്കൂറും അല്ലെ 9 നാഴിക വിനാഴിക ഒക്കെ അകത്ത് കിടന്നപ്പോ നിങ്ങളെ ആരാ നോക്കിയത്? നിങ്ങളെ ആരാ കുളിപ്പിച്ചത്? നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടാവും നോക്കിയത് ആരാ? നിങ്ങൾക്ക് കൃത്യമായി ഓക്സിജൻ കിട്ടുന്നുണ്ടാവും നോക്കിയത് ആരാ? ആരാ നോക്കിയേ? ആരാ ഉണ്ടായിരുന്നേ? സത്യം പറ, ആരുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ആരും ഉണ്ടായിരുന്നില്ല. നോക്കിയ ആളുതാണ്. ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലേ. ആ കൃപാനിധി ആരാണ്? ഭഗവാനാണ്. ആ ഭഗവാനാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? അല്ലേ? ഗുരുബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മം അല്ലേ? അപ്പൊ അതാണ് കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. ആരായുകിലന്ധത്വമൊഴിച്ചാതിമഹസ്സിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? നമ്മുടെ ആരാണ് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ കാത്തത്? അബദ്ധമൊന്നും വരാതെ എന്ത് സംഭവിക്കാനോ അല്ലേ? ശരിയാണോ കുട്ടിയെ? കുട്ടിയെന്ന് വിളിക്കാൻ പ്രായമുണ്ടോ? 40 വയസ്സുള്ളിലല്ലോ. ഇപ്പൊ എനിക്ക് തന്നെ പെട്ടെന്ന് ഇപ്പൊ ഓർമ്മ വന്നത്, ഇവിടെ ബേബി മോറിൽ എന്റെ മകള് പ്രസവിക്കാൻ കിടക്കുമ്പോ ഒരേ ഡോക്ടർ നോക്കിയിട്ട് അവസാനം പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ ചോദിച്ചു പറഞ്ഞ ഈ കുടല് കഴുത്തിൽ ചുറ്റാൻ പോകാന്ന് പറയാം. അങ്ങനെ എന്തോ സംഭവം ഉണ്ടായി. അപ്പൊ ആ പെട്ടെന്ന് ഈ ഡോക്ടറോട് വേഗം ഓപ്പറേഷൻ ചെയ്തോളാം പറഞ്ഞതാരാണ്? ഭഗവാനാണ്. മനസ്സിലായോ? ഭഗവാൻ അറിയാതെ ഒന്നും നടക്കൂലെന്ന് പിടികിട്ടി. അപ്പൊ എന്താണ്? ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലേ. അപ്പൊ അവിടെ കിടക്കുന്ന ഈ 9 മാസവും നമുക്ക് ആപത്തൊന്നും വരാതെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി 4 കിലോ 5 കിലോ 2 കിലോ 3 കിലോ ആയി ജനിക്കാൻ അവസരം ഉണ്ടാക്കി തന്ന ആ ഭഗവാനെ മറന്നതാണോ നമ്മൾ ഇരിക്കേണ്ടത്? മറക്കരുത്. അതാണ് ഗുരുദേവൻ പറഞ്ഞൊരു കാര്യം. കാരണം എന്താണ്? അവിടെ അന്ന് നമ്മളെ നോക്കാൻ ആരുമില്ല. ബന്ധുക്കളില്ല ബലവും ധനവും മറ്റെന്തൊന്നു കൊണ്ടിത് വളർന്നതഹോ വിചിത്രം. എന്തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നു നിനച്ചു കണ്ടാൽ അന്ധത്വമില്ലതിന് നീ അരുളീടു ശംഭു. ആര ശംഭു? ശംഭു ആരാ? സാക്ഷാൽ മഹാദേവൻ അല്ലേ? എന്നാണ് പറയാ ശിവൻ. അത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അന്ന് നമ്മളെ നോക്കാൻ ആരുമില്ല. ഇതിനുള്ളിൽ വയറ്റിനുള്ളിൽ ആരോ ഉണ്ടോ? ബന്ധുക്കളില്ല ബലവും ധനവും. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും നമുക്ക് ആർക്കെങ്കിലും പ്രയാസം വന്നാൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ബന്ധുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, പൈസക്കാരുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ശാഖയുടെ പേരിൽ വേഗം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടും. നമ്മുടെ ഒരു കൂട്ടുകാരൻ പെട്ടെന്ന് ആശുപത്രിയിലാണ്, ഒരു 10,000 രൂപ കൊടുക്കണം. അപ്പൊ എല്ലാവരും 500 ഇട്ട് വേഗം നമ്മൾ കൊണ്ടുകൊടുക്കും. അത് ഇവിടെ ഈ ഉള്ളിൽ നടക്കുവോ? ബന്ധുക്കളില്ല ബലവും ധനവും മറ്റെന്തൊന്നു കൊണ്ടിത് വളർന്നതഹോ വിചിത്രം. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതൊന്നു നിനച്ചു കണ്ടാൽ അന്ധത്വമില്ല അതിനു നീ അരുളീട് ശംഭു. അപ്പൊ ദൈവത്തെ മറന്ന് കളിക്കൂലല്ലോ, ഉറപ്പല്ലേ? അതാ വീണ്ടും പറയാണ്. മാതാവുമില്ല വിടയൊന്നു പിതാവുമില്ല എൻ താതൻ വളർത്തിയവനാണെന്നു ശംഭോ. അപ്പൊ അവിടെ ആരില്ല? ഉള്ളിൽ മാതാവുമില്ല പിതാവുമില്ല. എൻ താതൻ വളർത്തിയവനാണ് ഇവൻ എന്ന് ശംഭു. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. പിണ്ടനന്ദി എന്ന് പറയുന്ന കൃതി വാങ്ങിയിട്ട് വായിക്കോ പഠിക്കോ? പറയും, വാങ്ങി പഠിക്കോ? ഉറപ്പാണോ? നമ്മളിങ്ങനെ കുറച്ച് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ആ കൃതി വാങ്ങാനും വായിക്കാനും എളുപ്പമുണ്ട്. സഹോദരി ശരിയാണോ? പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എളുപ്പമാണ്, അല്ലെ നമുക്കൊന്നും മനസ്സിലാവില്ല. ശരിയല്ലേ? അതിലങ്ങനെ പറയുന്നുണ്ട്. കല്ലിനകത്തു കുടിവാഴുമൊരൽപ്പ ജന്തു ഒന്നല്ലിതിൻ കൃപയിന്ന് അറിയിച്ചിടുന്നു അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനും ഇതിൽ ഇരുന്നിരുന്നു വളർന്നിരുന്നു എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അല്ലിക്കുടത്തിൽ അമരേന്ദ്രൻ ആരാന്നറിയോ? താമരയിൽ ഇരിക്കുന്ന അമരേന്ദ്രൻ ബ്രഹ്മാവാണ്. അപ്പൊ അങ്ങനെ ആ കൃതി നിങ്ങൾക്ക് വിട്ടുതരാം. അമ്മയവർക്ക് വായിച്ചു കൊടുക്കണം കേട്ടോ. നല്ല കുട്ടികളായിരിക്കും. ഓക്കെ ആണോ? പിണ്ടനന്ദിയാണ് കൃതിയുടെ. ഓക്കെ അല്ലേ? ഹലോ, ഇത് മിണ്ടുന്നില്ലല്ലോ. ഏതോ ഒരു പടത്തിലുണ്ട്, ഭാര്യയുടെ കുട്ടി മിണ്ടുന്നില്ല. ഇതെന്താ ഇങ്ങനെ? അങ്ങനെ തിരിച്ചു വർത്താനം പറഞ്ഞിരിക്കാതെ ഞാൻ തന്നെ പറഞ്ഞ് കഷ്ടപ്പെടണ്ടേ? മനസ്സിലായോ? ഓക്കെ ആണോ? ശബ്ദം ഉണ്ടാക്കൂലേ? മിണ്ടാണ്ടിരിക്കരുത്. അല്ല പിന്നെ അശോട്ടാ വടിയെടുക്കണം വേണ്ട. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ പിടികിട്ടിയല്ലോ. നമ്മൾ ഈശ്വരനെ മറന്നൊരു കളിയും പാടില്ല. പിന്നെ ഓർക്കേണ്ടത് എന്താണെന്നറിയാമോ? നമുക്ക് ഇന്ന് ഇവിടെ അശോകേട്ടനും പറഞ്ഞു, ഗിരിപാമ്പനാലും പറഞ്ഞു, നമ്മൾ ഇന്ന് നല്ല സുന്ദരന്മാരായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ?
നല്ല കൊട്ടക്കൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, പച്ചസാരി കൊടുത്തു ഞാനാണ് സുന്ദരി ഓരോരുത്തര് കണ്ടില്ലേ, സുന്ദരന്മാരായിട്ട് വെള്ളമെടുപ്പൊക്കെ ഇട്ടിട്ട് ആ നരച്ച മുടിയൊക്കെ ആയിട്ട് ഇരുത്തം. പക്ഷെ ഈ ഇരിക്കാനുള്ള ഈ അവസരം ഉണ്ടാക്കി തന്നവരെ മറക്കാൻ പാടുണ്ടോ? വന്ന വഴി മറക്കരുതെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലാത്തൊരു കാര്യമാണ്, വേണമെങ്കിൽ പറയാം. നല്ലൊരു കഥയാണ്. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, റൊണാൾഡോ എന്നാ മൂപ്പരുടെ പേര്. നിങ്ങൾക്കറിയോ? ഞാൻ ഫുട്ബോൾ കളിച്ചിട്ടുമില്ല, എനിക്ക് കളിയായിട്ട് അറിയത്തുമില്ല, പക്ഷെ എനിക്ക് അയാളെ ഇഷ്ടമാണ്. റൊണാൾഡോ എന്ന് കേട്ടോ, നമ്മൾ കേട്ടിട്ടുണ്ടോ? ഈ മക്കൾ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടല്ലേ. ഈ റൊണാൾഡോയെ കുറിച്ച് എനിക്കുള്ള സന്തോഷം തോന്നിയത് റൊണാൾഡോയുടെ ഒരു കഥ പുറത്തു വന്നപ്പോഴാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ റൊണാൾഡോ കുട്ടിക്കാലത്ത് അത് അലിഞ്ഞു നടന്ന കുട്ടിയാണ്. അങ്ങനെ അവിടെ ഒരു മക്ഡൊണാൾഡിന്റെ ഹോട്ടലിന്റെ വാതിക്കൽ പോയി എന്നും നിൽക്കും ബാക്കിൽ. അപ്പൊ അവിടുത്തെ ഒരു നല്ല പരിചാരിക, ഇത് എടുത്തു കൊടുക്കുന്ന സെയിൽസുകൾ എന്തായാലും എനിക്ക് ഏതായാലും യജ്ഞ എന്നാണ് അവരുടെ പേര്. അവർ ഈ കുട്ടികളുടെ ഈ തെരുവിലെ ഭക്ഷണം കിട്ടാതെ കാത്തു നിൽക്കുന്ന കുട്ടികളുടെ വിശപ്പും സങ്കടവും കണ്ടിട്ട്, അങ്ങനെയുണ്ടല്ലോ ചിലര്, അവര് വൈകിട്ട് ബാക്കി വരുന്ന ബർഗർ പോലെയുള്ള അന്നത്തെ അവരുടെ നാട്ടിലെ ഭക്ഷണം എന്ത് ചെയ്ത് ഈ കുട്ടിയെ കൊടുക്കും. അങ്ങനെ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴാണ് കിട്ടുന്നത്, ചിലർക്കൊക്കെ അറിയാം. ഏതായാലും അങ്ങനെ മുന്നോട്ട് പോയി. അതിനിടയിൽ ദൈവം ഈ കുട്ടിയുടെ കാലുകൾക്ക് മാന്ത്രികമായ ശക്തി കൊടുത്തു. റൊണാൾഡോയുടെ കാലുകൾക്ക് എന്ത് ചെയ്തു? ദൈവികമായ ഒരു അപാരമായ മാന്ത്രിക ശക്തി കൊടുത്തു. തട്ടുന്ന പന്തെല്ലാം ഗോളാകുന്ന ഒരു കളിയാണ് അല്ലേ? അതിലങ്ങോട്ട് പോയി വെച്ചടി കയറ്റമായി. ലോകത്തിലെ എന്താണ് പറയാ, ഫുട്ബോൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി ആ മനുഷ്യൻ വളർന്നുയർന്നു. ശരിയല്ലേ? അങ്ങനെ ആയി കഴിഞ്ഞിട്ട് ഒരു ദിവസം പത്രസമ്മേളനത്തിൽ ഇയാൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ തെരുവിലൂടെ ഒരു ഭിക്ഷാടനം പോലെ നടന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അന്ന് എന്നെ എനിക്ക് ഭക്ഷണം തന്ന യജ്ഞ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ജീവനക്കാരുണ്ട്, അവരെ അന്വേഷിച്ച് കാണുന്നില്ല, ഹോട്ടലിൽ കൂട്ടി പോയി. എനിക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു റൊണാൾഡോ ഒരു പത്രസമ്മേളനം നടത്തിയ പിന്നെ ലോകം മുഴുവൻ അറിയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ആരോ വിവരം കൊടുത്തിന്റെ സ്ഥലത്തുണ്ട്, അയാളോട് തെരഞ്ഞുപോയി. ഈ കോടീശ്വരനായിട്ടുള്ള കളിക്കാരൻ, ആരാധക വൃന്ദം ചുറ്റും വട്ടമിട്ട് നടക്കുന്ന ആ മനുഷ്യൻ തെരഞ്ഞുപോയിട്ട് ഏട്ടനയുടെ വീട്ടിൽ ചെന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, അന്ന് നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നാൽ ഞാൻ മറന്നിട്ടില്ല. എന്നിട്ട് അവർക്ക് ധാരാളം വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുത്തു. അത് മാത്രമല്ല ചെയ്തത്, പോർച്ചുഗലിലെ ഏറ്റവും വില കൂടിയ ഹോട്ടലുകളിൽ ഒരെണ്ണം അവർക്ക് എഴുതി കൊടുത്തു, വാങ്ങി. എങ്ങനെയുണ്ട്? ഇതാണ് വന്ന വഴി മറക്കരുതെന്ന് പറയും. ഇപ്പൊ ഇവര് നന്നാവൂലേ? അതിൽ 2 പാഠങ്ങളുണ്ട്. ഒന്നെന്താണെന്നറിയോ? ഒന്ന് ഇപ്പൊ പറഞ്ഞ റൊണാൾഡോ എന്ത് ചെയ്തിട്ടുണ്ട്? വന്ന വഴി മാറുന്നില്ല. മറ്റ് ആ സ്ത്രീ എന്താ ചെയ്തത്? ഇച്ചിരി ഭക്ഷണം കൊടുത്തു. നന്മ ചെയ്താൽ തിരിച്ചു കിട്ടുമെന്ന് മനസ്സിലായോ? അപ്പൊ ഇന്നോട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് നിങ്ങൾ റെഡിയാണോ? തിരിച്ചു കിട്ടും. ഹോട്ടലൊക്കെ കിട്ടും, ചിലപ്പോ കിട്ടുവാ. കൊടുക്കൂലേ? കൊടുക്കുക. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാനാ ഗുരു പറഞ്ഞത്. നന്മ ചെയ്യണ്ടേ? കരുണ വേണം. കാരുണ്യം ദീനരിൽ തോന്നണമെന്നാ ഭർത്തൃകേരി പറയുന്നത്. അപ്പൊ ഇതാണ് പറഞ്ഞത്. അപ്പൊ വന്ന ആളുകളെ മറക്കാൻ പാടുണ്ടോ? അതാ വിഷയം മാറിപ്പോയത് കേട്ടോ. നമ്മളെ ഈ നിലയിൽ എത്തിച്ച മനുഷ്യരില്ലേ ഇല്ലേ? അതിൽ നിങ്ങൾക്ക് നങ്ങേലിനെ അറിയോ? നങ്ങേലി പരിചയമുണ്ടോ? നങ്ങേലിയെ പരിചയമുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ചേർത്തലക്കാരിയാ. ചേർത്തല ജനറൽ സെക്രട്ടറിയുടെ നാട് കേട്ടില്ലേ? ചേർത്തല വൈദ്യുതിയുടെ അടുത്താ അല്ലെ സഹോദരി? അവിടെ നങ്ങേലി അല്ലേ? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് തന്നെ ഇവർക്കറിയാം, നമുക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ നങ്ങേലിയുടെ ഒക്കെ കാലഘട്ടത്തിൽ മനുഷ്യർക്കുള്ള നികുതികളുടെ എണ്ണം ആർക്കെങ്കിലും അറിയാമോ? ഏകദേശം 105 105 തരം നികുതികളുണ്ട് സുഹൃത്ത്. അതിൽ ഒന്ന്, പുരുഷൻ മുടി ഇങ്ങനെ കെട്ടിയാൽ അതിന് നികുതിയുണ്ട്. പിന്നെ നമുക്ക് അന്നത്തെ ഈഴവർ തെക്കുള്ള ഇവിടെയുള്ള തീയർ എന്ന് പറയുന്നവർക്ക് ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് തെങ്ങിന്റെ മുകളിൽ കയറുക, പനേന്റെ മുകളിൽ കയറുകയല്ലേ അല്ലെ? അതിലൊരു ഏണി എന്ന് പറഞ്ഞാൽ അതാണ്. ഇങ്ങനെ നിങ്ങൾ അത് തന്നെയാണോ പറയുന്നത്? എന്റെ പേര് ഏണി എന്നാണോ? ലാഡർ മുസ്ലിം ലീഗിന്റെ ചിഹ്നമല്ല, മറ്റേ ഇങ്ങനെ കയറി മുള കൊണ്ടുള്ള അതിന് നികുതി കൊടുക്കുന്നത് കൊണ്ടുപോകുന്നതിന്. ഇനി ഇതെല്ലാം കൂടെ പറഞ്ഞ നേരല്ല. 105 തരം നികുതികളുണ്ട്. ഭീകരമാണ്, അത് മനുഷ്യത്വരഹിതമാണ്, ഹീനമാണ്, ലോകത്തിൽ എവിടെ ഇല്ലാത്തതാണ്. അതിൽ ഒരെണ്ണമാണ് സ്ത്രീകളുടെ മാറിടത്തിന്. അതിനാണ് അത്. അന്ന് വെച്ചാൽ വസ്ത്രം ധരിക്കുന്നത് എത്ര നിങ്ങൾക്ക് അതൊക്കെ അറിയുന്നില്ല, എല്ലാവർക്കും അറിയുന്നത്. എത്രയാ? അരയ്ക്ക് താഴെ മുട്ടിന് മുകളിൽ മാത്രം. അതിന് മുകളിൽ വസ്ത്രം ധരിച്ചാൽ ഒന്നും ചെയ്യലും, ഒന്നും കളയും, വേറെ ഒന്നും ചെയ്യരുത്. അത്രേ ചെയ്യുള്ളൂ. മറ്റേ രേവതി ചട്ടിയുടെ തലക്ക് അടിച്ചിട്ട് ഞാൻ അത്രയും ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ര തന്നെ. ഇതൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ, ഇല്ലാത്തൊന്നും പറയുന്നില്ല. ഏതായാലും ഇങ്ങനെ ഒരു അവസ്ഥയില് ഈ നികുതി പിരിക്കാൻ വന്ന അധികാരിയോട് നങ്ങേലി പറഞ്ഞ് ഞാൻ തരൂല. നങ്ങേലിയുടെ ഈ മാരടത്തിന് നികുതി ചോദിക്കുന്നത് ഇത്ര ഹീനമായ, ഇത്രയും വൃത്തികെട്ട ഈ സംഗതി അവർക്ക് ബോധമുണ്ടായി, അറിവുണ്ടായി. അവർ പറഞ്ഞു ഞാൻ തരില്ല എന്ന് പറഞ്ഞു. തരില്ല, നീ നൽകേണ്ടി വരും, നിനക്ക് രാജാവിന്റെ ശിക്ഷ ഏൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ആര് ശിക്ഷിച്ചാലും ഞാൻ തരൂരടാന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് വിവരം അറിയിച്ചു, പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ ആളെ വിട്ടു. നങ്ങേലിയുടെ കുടിലിന് മുറ്റത്തൊന്നും വീടില്ലല്ലോ, കുടിലല്ലേ, ചാള കുടില്. അങ്ങനെ അവർക്ക് വീടിനൊന്നും പറയാൻ പറ്റത്തില്ല. ആ കുടിലിന് മുമ്പിൽ വന്നിട്ട് വിളിച്ച് നങ്ങേലി അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. വേഗം തന്നെ രാജസന്നിധിയിൽ ഹാജരാവണം, നീ ധിക്കാരിയാണ്, നികുതി അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നികുതി കൊടുക്കാൻ സത്യമല്ല, ഞാൻ വരില്ലടോ എന്ന് പറഞ്ഞു. നിങ്ങളെ കൊണ്ട് തന്നെ നികുതി അടപ്പിക്കാനും കഴിയില്ല, അതിന് വേറെ ആളെ നോക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്നാൽ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അവരകത്തേക്ക് കയറിയിട്ട് മൂർച്ചയേറി അരിവാളെടുത്ത് കൊണ്ടുവന്ന് 2 മാരടങ്ങളും മുറിച്ച് അവരുടെ മുന്നിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് രക്തം വാർന്ന് വീണു മരിച്ച
ഒരു ധീരയായ പോരാളിയുടെ പേരാണ് നങ്ങേലി. ആ നങ്ങേലി നയിച്ച പോരാട്ടത്തിന്റെ അലികളിലാണ് പിന്നീട് നമുക്ക് മേൽവസ്ത്രം ധരിക്കാൻ രാജാവിന് നിവൃത്തിയില്ലാതെ ഉത്തരവിടേണ്ടി വന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഈ പറയുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമിക്കേണ്ടത്, ഓർക്കേണ്ടത് നങ്ങേലിയാണ്. ആ കാര്യമാണ് ഗുരു പറഞ്ഞത്, നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. സഹോദരി മറക്കൂലല്ലോ. എന്താ കുട്ടീന്റെ പേര്? ഉറപ്പല്ലേ? ആ പാവം പേടിച്ച്. അതാണ് നങ്ങേലി. അതുപോലെ തന്നെ ഉണ്ട്, ഇതുപോലെ ഒരുപാടുണ്ട്. ഗുരുദേവന് മുന്നേ തന്നെ ഇതുപോലെ ഡോക്ടർ പൽപ്പൊക്കെ നടത്തി നമുക്കറിയാം. പൽപ്പിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, നമുക്ക് അറിയുന്നതാണ്. അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നുന്നു മറ്റൊന്ന്, ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ചാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൂടുതൽ സംസാരിക്കാൻ സാധ്യത ഉണ്ടാവും. നമ്മൾ അധികം അവരെ കുറിച്ചൊന്നും അങ്ങനെ പറയാൻ ഇടവരാറില്ല. ആറാട്ടുപുഴ നാരായണ പണിക്കരെ അറിയുന്നവരൊന്ന് കൈവപ്പിക്കേ? അറിയില്ല. ഞാൻ അറിയില്ല എന്ന് തിരിഞ്ഞു നോക്കുന്നത്. അപ്പൊ അതാണ് അദ്ദേഹം വളരെ സമ്പന്ന കുടുംബത്തിലാണ്. അന്ന് ഈ തിരുവിതാംകൂർ മേഖലയിലും ചില കുടുംബങ്ങളൊക്കെ നല്ല സമ്പന്ന കുടുംബമാണ്. കേട്ടിട്ടുണ്ടോ? സമ്മതിക്കോ സാറേ? ശ്രീനാരായണ ഗുരുദേവന്റെ കുടുംബം സമ്പന്നമായിരുന്നു, ദരിദ്ര കുടുംബമായിരുന്നു. നിങ്ങൾ കേട്ടതുണ്ടോ? നിങ്ങൾക്ക് പറയാം, കുട്ടിക്ക് പറയാം. ഗുരുദേവന്റെ കുടുംബം ഈ പറഞ്ഞ വയൽവാര വീട് സാമ്പത്തിക ശേഷിയിൽ എങ്ങനെയായിരുന്നു? മോശമായിരുന്നു, നല്ലതായിരുന്നു? കേട്ടറിവ് പറഞ്ഞാൽ മതി, ഒരു തെറ്റുമില്ലല്ലോ. നിങ്ങൾക്ക് പറയാം. അങ്ങനെ പറയും. എത്രയാ? മാടനാശാൻ ഏകദേശം 1000 ഏക്കർ നിലം എന്ന് പറഞ്ഞാല് വയല്, അത്രയും കരഭൂമി ഉണ്ടായിരുന്നു. മനസ്സിലായോ? അത്ര നമ്മളിപ്പോ കാണുന്ന വയൽവാരം വീട് എന്ന് പറയുന്നത് ശരിക്കും വീടല്ല. പിന്നെ അതാണ് പ്രസവിക്കാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ സ്ത്രീകളെ അവിടെ താമസിപ്പിക്കുന്ന സ്ഥലമാണ്. സൂതികാഗ്രഹം നമുക്കറിയാലോ അല്ലെ? വലിയ സമ്പന്ന സ്റ്റേഷൻ. അതുപോലെ സമ്പന്നനായിരുന്ന ഒരാളുടെ പേരാണ് ഏതാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറഞ്ഞ ആള് എന്നെ പോലെ തന്നെയായിരുന്നു, കായികാഭ്യാസിയായിരുന്നു. വെട്ടും തടയും കളരിപ്പയറ്റ് എല്ലാം അറിയാമായിരുന്നു. ആചാനബാഹുവാണ്. കേട്ടിട്ടില്ലേ? ആചാനബാഹു എന്ന് പറഞ്ഞാൽ പുട്ടിന് താഴെ ഗുരുദേവനെ പോലെ കൈയൊക്കെ എത്തുന്ന. അതുപോലെ പിന്നെ നിങ്ങൾക്ക് ഈ രാജാവ് എന്ന് പറഞ്ഞ സങ്കല്പം എന്താണെന്നറിയോ? വാട്ട് ഈസ് മെൻ ബൈ രാജാവ്? സഹോദരി മനസ്സിലായി രാജാവ് എന്താന്ന്? ഇതാണ് ഞാൻ രാജാവായിക്കോട്ടെ, ഞാൻ രാജാവ്. ശ്രദ്ധിച്ചോളി, വർത്താനം പറയുന്നത് രാജാവ് വന്നിട്ടുണ്ട്. ആരെവിടെ? ഉത്തരവ് അല്ലേ? അപ്പൊ ഞാൻ എങ്ങനെയാ നാട് ഭരിക്കുന്ന അറിയാമോ? എനിക്ക് ചുറ്റും 100-200 ഗുണ്ടകൾ ഉണ്ടാവും. അതാണ് ഇന്നത്തെ പേര്. മനസ്സിലായോ? ആയുധാഭ്യാസമൊക്കെ നേടിയ നല്ല ധീരന്മാരായ അല്ലെ, വീരശൂര പരാക്രമിച്ച് ആവാനും കൊല്ലാനും ഒക്കെ തയ്യാറായ ആൾ. കണ്ടിട്ടില്ലേ? അങ്ങനത്തെ സിനിമയിലെ കണ്ടിട്ടില്ലേ? മറ്റേ മമ്മൂട്ടിയുടെ സിനിമയിലൊക്കെ അങ്ങനെ ഒരു 100-200-300 പേരുണ്ടാവും. അപ്പൊ പിന്നെ ആളുകളൊക്കെ ഇയാളെ പേടിച്ചനുസരിക്കും. അതിന്റെ പേരാ രാജാവ്. നാടുവഴി പിടികിട്ടിയോ? അപ്പൊ അതിനടുത്ത് വേറൊരാള്, ഈ 300 ആള് ഗുണ്ടകളുള്ള അല്ലെ ഈ കായികാഭ്യാസികളും സൈന്യവും സംവിധാനങ്ങളും കുതിരയും അതുപോലുള്ള സംവിധാനമൊക്കെ ഉള്ളതിനപ്പുറത്ത് 500 പേര് സൈന്യവും സംവിധാനമുള്ള ആളെ ഇയാൾ പേടിക്കില്ലയോ? പേടിക്കില്ലയോ? പേടിക്കല്ലേ? അതാണ് ഇവിടെ സംഭവിച്ചത്. വേലായുധ പണിക്കര് തിരുവിതാംകൂർ രാജാവിനേക്കാൾ ശക്തനായിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എന്താണ് സാളഗ്രാമം എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിശിഷ്ട വസ്തു എന്താന്ന് ഞാൻ മറന്നുപോയി. ഏതായാലും സാളഗ്രാമം അതിന്റെ പേര്. അത് അറിയാം ആർക്കെങ്കിലും? മറന്നുപോയി. കൈകൊക്കെ ഇടുന്ന ആഭരണങ്ങളിൽ പെട്ടെന്നാണ്. അത് കൊണ്ടുപോകുമ്പോൾ മോഷ്ടിച്ചോണ്ട് പോയി, കള്ളന്മാർ പിടിച്ചു പറിച്ചോണ്ട് പോയി, ഈ പിന്നെ തട്ടി പറിച്ചോണ്ട് പോയി. അന്ന് കായക്കുളം കൊച്ചുണ്ണിന്ന് കേട്ടിട്ടുണ്ടോ? അത് ഓർമ്മയില്ല അല്ലെ? കള്ളന്മാര് കായക്കുളം കൊച്ചുണ്ണി ടീമാ കൊണ്ടുപോയത്. ഈ രാജാവിന്റെ ശ്രീമൂലം തിരുനാൾ രാജാവിന്റെ സൈന്യം പോയിട്ട് അവരെ തോൽപ്പിച്ച് പിടിക്കാൻ പറ്റിയില്ല. അവസാനം എന്ത് പറഞ്ഞറിയോ? ആറാട്ടുപുഴ വേലായുധ പണിക്കരോട് ആളയച്ച് പറഞ്ഞു അതൊന്ന് വാങ്ങി തരണം. നേരെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. ഇപ്പൊ മനസ്സിലായി ആരാ പിടിക്കാന്ന്, ആരാണ് ശക്തൻ എന്ന് പിടി കിട്ടിയോ? അപ്പൊ രാജാവ് പേടിക്കോ? ഇയാളെ പേടിക്കൂലേ? നാട്ടുകാർ പേടിക്കോ? അതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വിഷയം അതായി പോകും. ഗുരുദേവനെ കുറിച്ച് കുറച്ച് പറയാതിരുന്ന മോശമല്ല. അതുകൊണ്ട് അത് ചുരുക്കം മാത്രം അതിന് പറയാം. സീറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊണ്ട് കയറി പറയാം. ഇവർക്ക് എങ്ങനെ ചെയ്യാൻ കൊടുക്കുക? 1-2 സീറ്റ് ഇവിടെ ഉണ്ട്. കുറച്ച് അടുപ്പിച്ചിട്ട് 5 കസേര ഉണ്ടോ താഴെ? അത് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവര് നിങ്ങൾക്ക് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. വാ, അവിടെ ഉണ്ട്. ആ കുട്ടിക്ക് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. സുഹൃത്തെ, ഇതവിടെ സീറ്റ് നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓടിയോ? നിങ്ങൾക്ക് ഇവിടെ ഏതാ? നിങ്ങൾ സംഘാടകരാണ്. ആയിക്കോട്ടെ, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ പറഞ്ഞ പണിക്കരുടെ മുഴുവൻ കഥ പറയാൻ പോയാൽ ശരിയാവില്ല. അത് 1-2 പറയാം. ഉദാഹരണത്തിന് 1886 നടന്നൊരു കാര്യം പറയട്ടെ. അവിടെ നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ അച്ചിപ്പുടവ സമരം. അച്ചിപ്പുടവ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ചിലരെ അച്ചിമാർന്ന് വിളിക്കും. കേട്ടുണ്ടോ? ചില നാട്ടിൽ നായർ സ്ത്രീകളെ ആര് കേട്ടില്ലല്ലോ? നമ്പൂതിരി നമ്മളാരെ ആക്ഷേപിക്കുന്ന ആൾക്കാരല്ലല്ലോ. അത് ആക്ഷേപത്തിന് ഉദ്ദേശമല്ല പറയുന്നത്. നമ്പൂതിരി സ്ത്രീകളാണ് അന്തർജനം, അങ്ങനെയല്ലേ പറയുന്നത്? അപ്പൊ ഈ അച്ചിപ്പുടവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേൽവസ്ത്രം ഉണ്ടല്ലോ, ഈ ഉടുത്തിട്ട് ഇവിടെ കൂടെ ഇടാൻ പറ്റിയ നീളമുള്ള വസ്ത്രത്തിന്റെ പേരാണ് അച്ചിപ്പുടവ. പിടികിട്ടി?
ഈ അച്ചിപ്പുടവ കൊടുക്കാൻ ആർക്ക് അവകാശമില്ല? ആ നാട്ടിലെ ഈഴവർക്ക് അഥവാ ഈ നാട്ടിലെ തീയർക്ക് അവകാശമില്ല. അപ്പൊ ഇത് അവകാശമില്ലെങ്കിലും നായർ സ്ത്രീകൾക്ക് കൂടെ അനുവദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ത്രീകൾക്കും അത്യാവശ്യം തന്റെ ഉണ്ടല്ലോ, അവരും എന്ത് ചെയ്തു? ഇതുപോലെ തന്നെ മാറു മറയ്ക്കാൻ വേണ്ടിയിട്ട് തുണി എടുത്തിട്ട് മറയ്ക്കാൻ തുടങ്ങിയപ്പോൾ സവർണ ജാതിയിൽപ്പെട്ടവർ വഴിയിൽ വെച്ച് പത്തിയൂർ എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ആ സ്ഥലത്ത് നടന്നു പോകുമ്പോൾ പിടിച്ച് വലിച്ചു കീറി. ഈ വസ്ത്രം എന്ന് ഓർക്കണം. ഇത് കേട്ട ആറാട്ടുപുഴ നാരായണ പണിക്കർ എന്ത് ചെയ്യുന്ന അറിയാമോ? വേലായുധ പണിക്കർ ഉടൻ തന്നെ ഇഷ്ടംപോലെ വസ്ത്രം കിട്ടുന്നത് മുഴുവൻ വാങ്ങി എന്നിട്ട് അവർക്ക് കൊടുത്തു. അത് മാത്രമല്ല ചെയ്തത്, ഇവരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നാളെ മുതൽ നിങ്ങൾ ഇവരുടെ പറമ്പിൽ കൈരിടത്തിൽ ഒരിടത്തും പണിക്കിറങ്ങരുത്, ഒരു സ്ഥലത്തും പണിക്കിറങ്ങരുത്. അപ്പൊ നിങ്ങൾ പട്ടിണിയാവൂലേ? പേടിക്കേണ്ടതാ പൈസ എന്ന് പറഞ്ഞു. പൈസന്റെ ഇഷ്ടം പോലെ എല്ലാവർക്കും പണം കൊടുത്തിട്ട് പറഞ്ഞു, ഒരൊറ്റ ആൾ പോലും കൃഷിപ്പണിക്ക് വയൽ പണിക്ക് ഇറങ്ങാൻ പാടില്ല. 1866 വേലായുധ പണിക്കർ പറഞ്ഞാൽ പൈസ തന്നോണ്ട് എന്തായാലും ഇറങ്ങൂല, പേടിച്ചോണ്ട് ഇറങ്ങൂല അല്ലെ? ഞാൻ അഥവാ ഇറങ്ങുന്നത് അങ്ങനെ ജന്മിമാരുടെ വയലവിടെ കിടന്ന് പുല്ല് കയറി മൂടി ആശായി അവസാനം മുട്ടുമടക്കി. ഇത് ഓർത്തു വെക്കണം, മറക്കരുത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ കർഷക സമരമാണ്. പിടികിട്ടിയോ? 1866. 1852 ഈ വേലായുധ പണിക്കർ അവിടെ ഒരു ക്ഷേത്രം സ്ഥാപിച്ചിട്ടുണ്ട്. എന്താണ്? ശിവക്ഷേത്രം കാർത്തികപ്പള്ളിയിലാണ്. 1852 പ്രതിഷ്ഠ നടത്തിയതും നമ്മുടെ ആൾക്കാരാണ്. പൂജാരിയും ബ്രാഹ്മണനല്ല. അന്നേ ചെയ്തു. അപ്പൊ അതിനെ നമ്മൾ ഓർക്കണം, വേണ്ടായോ? അതാണ് പറഞ്ഞത്. അങ്ങനെ പണിക്കരുടെ കഥ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ മൂക്കുത്തി വിളംബരം. നിങ്ങളെ മൂക്കുത്തിയിട്ട് എത്ര പേരുണ്ട്? ഇട്ടവർക്ക് നന്ദി വേണം കേട്ടോ. ഇതൊന്നും ശരിയല്ല. വേലായുധ പണിക്കരെ ഓർക്കാതെ മൂക്കുത്തിയിട്ട് നടക്കുന്നത് വളരെ മോശമാണ്. ഒരാളേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കും മൂക്കുത്തി കിട്ടിയില്ല? കുട്ടിക്കില്ല? ഞാൻ തരില്ല കേട്ടോ. ഞാൻ ചോദിച്ചു. ആ കുട്ടിക്കുണ്ടല്ലേ? അതെ. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ രണ്ടുപേരും ഓർക്കേണ്ടത് വേലായുധ പണിക്കരെ പേരാ. നിങ്ങളൊന്നും ഓർത്തിട്ട് കാര്യമില്ല. നമ്മൾ ഇട്ടില്ലല്ലോ, അമ്മ മുഖത്തിട്ടില്ലല്ലോ. അപ്പൊ എന്ന് വിചാരിച്ച് എല്ലാവർക്കും ഓർക്കാം അല്ലെ? അപ്പൊ എന്താ കാര്യം എന്നറിയാമോ? ഇതേപോലെ തന്നെ റീജന്റ് റാണി അന്ന് തിരുവിതാംകൂറിൽ ഉത്തരവിട്ടു നായന്മാർക്ക് വരെ മൂക്കുത്തി ഇടാന്ന്. അപ്പൊ നമ്മുടെ ആൾക്കാർ വിട്ടുകൊടുക്കൂലല്ലോ. അവരെന്ത് ചെയ്തു? മൂക്കുത്തി അണിഞ്ഞു. മൂക്കുത്തി അണിഞ്ഞപ്പോൾ സവർണർ അത് വലിച്ചു പറിച്ചു പറഞ്ഞാൽ മൂക്ക് കീറി ചോര ഒഴുകിയുന്ന അങ്ങനെ വന്നു. അപ്പൊ വേലായുധ പണിക്കർ ഉടനെ തന്നെ ഇറങ്ങിയിട്ട് കിങ്കരന്മാരെ അയച്ചു. നാട്ടിൽ ഈ മൂക്കുത്തി പണി എടുക്കുന്ന തട്ടാൻ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ. ഇപ്പൊ അങ്ങനെ വിളിക്കുന്നത് ശരികേടാണ്. എന്തുകൊണ്ടേ? ആ സ്വർണ്ണപ്പണി എടുക്കുന്നവരെ കിട്ടാവുന്നവരെ മുഴുവൻ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരെ കൊണ്ട് സ്വർണവും വെള്ളി ചെമ്പ് കിട്ടിയ ലോഹം മുഴുവൻ ഉപയോഗിച്ച് 1000-ലധികം മൂക്കുത്തി ഉണ്ടാക്കി. 1000-ലധികം മൂക്കുത്തി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ആ സ്ത്രീകളോട് മുഴുവൻ പന്തളത്തേക്ക് വരാൻ പറഞ്ഞു. പന്തള രാജാവ് കേട്ടില്ലേ? പന്തളത്തേക്ക് വരാൻ പറഞ്ഞു. പന്തളത്തേക്ക് 1000-ലധികം സ്ത്രീകൾ വന്നു. അവർക്ക് മുഴുവനും മൂക്കുത്തി വിതരണം ചെയ്തു. എല്ലാവരും അണിഞ്ഞോടാൻ പറഞ്ഞു. മൂക്ക് തുളച്ചു കൊടുത്തു. എല്ലാവരും അണിഞ്ഞു കഴിഞ്ഞിട്ട് മൂപ്പനൊരു വിളംബരം നടത്തി. 1860 എന്താ വിളംബരം എന്നറിയാമോ? അവിടെ കയറിന്നിട്ട് പറഞ്ഞു, ഇതാ വേലായുധ പണിക്കരെന്ന് ഞാനിതാ ഇവിടെ വിളംബരം ചെയ്യുന്നു. ഇന്നു മുതൽ ജാതിയും മതവും നോക്കാതെ എല്ലാ സ്ത്രീകൾക്കും തിരുവിതാംകൂർ രാജ്യത്ത് മൂക്കുത്തി അണിയാവുന്നതാണ്. എന്റെ ഈ ഉത്തരവ് മറികടന്ന് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവരുടെ തല ഞാൻ എടുത്തിരിക്കും. ബാക്കിയതാ, അവരുടെ തല ഞാൻ കേട്ടില്ലേ? അവരുടെ തല ഞാൻ എടുത്തിരിക്കുമെന്ന്. ഒറ്റയാളും പിന്നെ ഇറങ്ങിയില്ല. അപ്പോൾ ഈ മൂക്കുത്തി ഇടാനുള്ള അവകാശം നമുക്ക് ആദ്യമായി വാങ്ങി തന്ന ആളുടെ പേരെന്താ? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആര് മറക്കരുത്? നിങ്ങൾ രണ്ടുപേരും മറക്കരുത്. കുട്ടി മറക്കുവാനെ. അപ്പൊ ഇവര് മറന്നവർക്ക് പറഞ്ഞു കൊടുക്കാനാണ്. അപ്പൊ അതാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ അതാണ്. പിന്നെ വേറൊന്നുണ്ട്, ഏത്താപ്പ് സമരം. ഏത്താപ്പ് സമരം എന്ന് പറഞ്ഞാൽ, ഏത്താപ്പ് എന്ന് പറഞ്ഞാൽ അത് മാറി മറിക്കുന്നതിന് തന്നെ കേട്ടോ. അതും ഇതുപോലെ തന്നെ സ്ത്രീകൾ അണിഞ്ഞു കഴിഞ്ഞിട്ട് ഇവര് വലിച്ചു കീറി. അപ്പം വേലായുധ പണിക്കർ തോണി നിറച്ച് ഈ പിന്നെ നീളമുള്ള തുണി വാങ്ങിച്ചിട്ട് ഇതുപോലെ അവിടെ കൊണ്ടുപോയി കരുനാഗപ്പള്ളി കൊണ്ടുപോയിട്ട് എല്ലാവർക്കും വിതരണം ചെയ്തതാണ്. അങ്ങനെ എല്ലാമാണ് വസ്ത്രം ധരിക്കാൻ. കഥകളി, അദ്ദേഹം കഥകളി സംഘം ഉണ്ടാക്കിയിട്ട് അന്ന് കളിക്കാൻ പറ്റത്തില്ല. അന്ന് ജാതി തിരിച്ചല്ലേ കലകളെല്ലാം, കളിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിനെ ലംഘിച്ച് കളിക്കുകയും അതിന് പരാതി കൊടുക്കുകയും അവസാനം രാജാവ് പിന്നെ അവിടുത്തെ ടി മാധവറാവ് എന്ന് പറയുന്ന രാജാവിന്റെ മന്ത്രി ഇടപെട്ട് ഒത്തുതീർപ്പാക്കി കളിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് എല്ലായിടത്തും പോയി വാളും പരിചയൊക്കെ നിന്നിട്ട് കളിച്ചു. അങ്ങനെയൊക്കെ ഒരു ധീരനാണ്. പിന്നെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അപ്പൊ ഈ നാട്ടിൽ മീൻ പിന്നെ ഇവിടെ ഇങ്ങനെ മീൻ വണ്ടി കൊണ്ടുവരുന്നവരുണ്ടോ? സ്കൂട്ടറിലോ ബൈക്കിലൊക്കെ അത് ഇവിടെ ഉണ്ടോ? നിങ്ങൾ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ദൂരം കേൾക്കാം അപ്പൊ നമുക്ക് മനസ്സിലായി മീൻ വരുന്നുണ്ട്. മറ്റേത് അങ്ങനെയല്ല. ഹോയ് ഹോയ് എന്ന് വെച്ചാൽ എന്താണ്? സാധാരണക്കാരോ വരുന്നുണ്ട് ഓടിക്കോടിയെന്നാണ്. അവരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ, അതായത് ഒന്ന് മക്കൾക്ക് ഇത് വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ജാതിക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 62 അടി ദൂരം നിൽക്കാം. മറ്റൊരു ജാതിക്കാർക്ക് 40 അടി കണ്ട് ദൂരം നിൽക്കാം. വേറൊരു വിഭാഗമുണ്ട് കണ്ണിൽ പെട്ടാലും ദോഷമുള്ളതാണ് കേട്ടോ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ.
കണ്ണിപ്പെട്ട് പോയാൽ കൊന്നുകളയാനും ബുദ്ധിമുട്ടില്ല, ആരും ചോദിക്കാനില്ല. അപ്പൊ ഇങ്ങനൊരു അവസ്ഥയിൽ എന്ത് ചെയ്യുന്നു? ഹോയ് ഹോയ് നോക്കുക, നമ്മൾ കണ്ണിപ്പെടാതിരിക്കുക. അപ്പൊ എല്ലാവരും ഓടി കാട്ടിനുള്ളിൽ ഓടിച്ചു. ആറാട്ടുപുഴ നാരായണ പണിക്കരാ ആ വഴിയിൽ കൂടി വരുന്നത് ഇടപ്പള്ളി രാജാവിന്റെ മകൻ മാധവമേനോനാണ്. മാധവമേനോന്റെ മുന്നിൽ വരുന്ന ആള് ഈ മീൻപാരം കൂന്നവരെ ഹോയ് 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 എന്ന് വെച്ച് തരികയാണ്. അപ്പൊ നമ്മുടെ വേലായുധ പണിക്കർ പറഞ്ഞു, എടാ അങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് അതിനേക്കാളും ഒച്ചത്തിൽ കൂക്കടാന്ന് പറഞ്ഞു. ഈ മുന്നിൽ പോകുന്ന ആള് ഇവരുടെ കൂട്ടത്തിലുള്ള അംഗരക്ഷണം ഇറങ്ങിയിട്ട് അതിനേക്കാളും ഒച്ചത്തിൽ ഹോയ് ഹോയ് എന്ന് ഒച്ചത്തിൽ കൂക്കി. അപ്പോഴത്തേക്ക് രാമൻ മേനോൻ അവിടെ നിർത്തിച്ച് ആരാ നമുക്കെതിരെ കൂക്കുന്ന വെച്ചാൽ അപ്പൊ വേലായുധ പണിക്കർ ആൾക്കാരാന്ന് പറഞ്ഞു മര്യാദയ്ക്ക് വഴിമാറാൻ രാമമേനോൻ വിളിച്ചു പറഞ്ഞു, സൗകര്യം കിടന്ന് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അത്രയ്ക്ക് അയാളെന്ന് ചോദിച്ചാൽ അയാൾ ഇങ്ങോട്ട് ചാടി, ഇയാൾ അങ്ങോട്ട് ചാടി, നേരെ എടുത്ത തൊടരിട്ടു. എങ്ങനെയുണ്ട്? ആ വേലായുധ പണിക്കർ ഉശിരുള്ള ആളല്ലേ, നമുക്ക് മറക്കാൻ പറ്റുമോ? പ്രശ്നം. അപ്പൊ പിന്നെ ആളുകൾ വഴി നടക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് നടന്നത്. ഇത് വെറുതെ കിട്ടിയതല്ല ഇതൊക്കെ. അതുപോലെ തന്നെ ജന്മിത്വത്തിനെതിരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മളെ പോലുള്ള ഇഴവരെല്ലാം തീരായിട്ടുള്ള മനുഷ്യരുടെയൊക്കെ വീട്ടിൽ പശുവിനെ വളർത്തിയാൽ അതിന്റെ പാൽ ആർക്കായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇന്നല്ല കേട്ടോ, 100 കൊല്ലത്തിനൊക്കെ മുന്നെയാണ്. കേട്ടിട്ടുണ്ടോ? എന്താ പറയാ, പശു പ്രസവിച്ചാൽ എന്താ ചെയ്യുന്ന അറിയാമോ? ഇതൊക്കെ നിലവിലുണ്ടായിരുന്നതാണ്, അല്ലാതെ ഇല്ലാത്തല്ല. ആ പശുവിനെ ജന്മിന്റെ വീട്ടിൽ കൊണ്ട് കെട്ടണം. അപ്പൊ നല്ലൊരു ഊണ് തരും. എന്നിട്ട് ആ പശുവിന്റെ കറന്ന് പാല് എടുത്ത് തീർന്നു കഴിയുമ്പോ പിന്നെന്ത് ചെയ്യും? ആ പശുവിനെ തന്നെ തിരിച്ചു തരും, അതിന്റെ കുട്ടീനെ തരൂല. തേങ്ങ ഉണ്ടായാൽ, നാളികേരുണ്ടായാൽ അത് ആരെടുക്കും? ചങ്ങമ്പുഴയുടെ വാഴക്കൊലയും കൊണ്ട് പോയത് അറിയാമോ? അറിയത്തില്ലേ? വളരെ ആറ്റുനോറ്റ് കഷ്ടപ്പെട്ട് വാഴ നട്ട ചങ്ങമ്പുഴേനെ ഓർമ്മയുണ്ടോ? അതും ഓർമ്മയില്ല ഇല്ലേ? ആ വാഴ മുറ്റത്താ നട്ടത്. മലയപ്പുലേന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. കുട്ടി കേട്ടിട്ടുണ്ടോ? കുട്ടിയെ ആൺകുട്ടി കേട്ടിട്ടുണ്ടോ? ആ അപ്പൊ ഈ കുട്ടീനോട് അച്ഛൻ പറഞ്ഞു, മോനെ നമ്മൾ പുറത്ത് നടുന്ന വാഴയുടെ ഒന്നും ഒരു കൊല നമുക്ക് കിട്ടത്തില്ലല്ലോ, എന്നാൽ ഈ കൊല നമുക്കുള്ളതാണ്, ഇത് പഴുക്കും നമുക്ക് തിന്നാന്ന് പറഞ്ഞ കുട്ടിയും വീട്ടിലുള്ള വീട്ടുകാരും ഒക്കെ വാഴയെ സ്നേഹിച്ചു. അതിന് ചോട്ടിൽ നിന്നാണ് കുളിക്കുന്നത്. ബാത്റൂം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കുളിക്കുന്നതും പാത്രം കഴുകി വെള്ളം ഒഴിക്കുന്നതും ഒക്കെ വാഴന്റെ ചോട്ടിലാണ്. അപ്പൊ വാഴയ്ക്ക് പോലും തോന്നി ഈ കുടുംബം എന്നെ എത്ര സ്നേഹിക്കുന്നതെന്ന്. അതുകൊണ്ട് വാഴ വേഗം വളർന്നു എന്നാ പറയുന്നത്. അങ്ങനെ വളർന്നു വലുതായി അവസാനം വാഴ കൊലച്ചു. കുട്ടി എല്ലാ ദിവസവും പായിൽ നിന്ന് എഴുന്നേറ്റ് പോയി നോക്കുന്നത് വാഴയിലാ. ആ അച്ഛ ഓടിച്ചെന്ന് വിളിച്ചു, അച്ഛ വാഴ കൊലച്ചു. ആ മോനെ അതിന് കൊല വരട്ടെ, പഴുക്കട്ടെ. അങ്ങനെ ഓരോ ദിവസവും നോക്കി 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 അവസാനം കൊലയ്ക്ക് മഞ്ഞ നിറമായി, ആദ്യത്തെ പടലേക്ക് നമ്മുടെ കൊടിയുടെ നിറം. അപ്പോഴച്ഛനെ വേഗം പായിന്ന് പൊക്കി എടുത്തോണ്ട് വരികയാണ്. അങ്ങനെ അത് കാണിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഒന്നുകൂടി നന്നായി പഴുത്തോട്ട പോലെ എന്ന് പറഞ്ഞു. ആ നാക്ക് വായിൽ ഇടുന്നതിന് മുമ്പ് അവിടെ നിന്ന് ആ 3 പേർ മുന്നിലും പിന്നിലും ഒരു ആൾ വരുന്നത്. ഒക്കെ നല്ല തടിമാടന്മാരാണ്. പണ്ട് സാമ്പശിവന്റെ കഥാപ്രസംഗത്തിലുണ്ട്, എന്ന് മല്ലിച്ചാക്ക് കെട്ടി തൂക്കി പോലെ മനുഷ്യൻ നീന്നുള്ള വയറെ ഞാൻ എന്നുള്ള പറയാന്ന് വെച്ചിട്ട് ഇങ്ങനെ തടിമാടന്മാർ വരികയാണ്, ജന്മിയും കിങ്കരന്മാരും. അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്ന് കൈയടിച്ചു, ചാത്താന്ന് വിളിച്ചു. അപ്പൊ ഇങ്ങനെ നിൽക്കണം, അല്ലെ അടി കിട്ടും. റാൻ മൂളി നിൽക്കാന്ന് കേട്ടിട്ടുണ്ടോ? പഞ്ചപുച്ച അടക്കൊക്കെ ഇങ്ങനെയൊക്കെ അന്ന് നിന്നതേ. അവിടുന്ന് മാറ്റി ഇപ്പോഴല്ലേ നമുക്ക് ജന്മം തന്നത്. അതിന്റെ ഒരു ഭാഗ്യമല്ലേ. അന്നെങ്ങാനും ജനിച്ച നിങ്ങൾ 4 നിങ്ങൾ പള്ളിക്കൂടി പോവോ, നിങ്ങൾ സ്കൂളിൽ അല്ലെങ്കിൽ വഴി നടക്കുവോ, നിങ്ങൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കോ, ഇഷ്ടമുള്ള പേരിടുമായിരുന്നോ, ഇഷ്ടമുള്ള അമ്പലത്തിൽ പോകുമായിരുന്നോ? എന്നിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ജയന്തി വിജയിപ്പിക്കണ്ടേ? കണ്ടോ? ഇതെല്ലാം ശരിയാക്കി തന്നിട്ട് ഈ സമയത്തല്ലേ നമുക്ക് ജന്മം തന്നത് അല്ലേ? ഭഗവാൻ അടിയന്റെ പിണ്ടം. ഇപ്പോഴല്ലേ പിണ്ടം എന്ന് മനസ്സിലായില്ലേ നമ്മുടെ ശരീരം. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞത് ചങ്ങമ്പുഴയുടെ വാഴക്കുല. അപ്പൊ ഈ കുട്ടി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി? ഈ ഇയാൾ വന്നിട്ട് റാൻ മൂടി അത് വിളിച്ചു, ചാത്തനെ വിളിച്ചിറക്കി. ചാത്തൻ വാങ്ങി ചെന്ന് ഇങ്ങനെ നിന്നു. കൊടുവാൾ എടുത്തോണ്ട് വാടാന്ന് പറഞ്ഞു. കൊടുവാൾ എടുത്തോണ്ട് വന്നു. വെട്ടടാ കൊലാന്ന് പറഞ്ഞു. വെട്ടി. ഇന്ന് മാറ്റി വെക്കടാന്ന് പറഞ്ഞു. മാറ്റി വെച്ചു. ആ തടിമാടനായല്ലോ ഒരുത്തം വന്നിട്ട് അത് എടുത്തോണ്ട് അങ്ങോട്ട് പോയി തോളത്ത് വെച്ച്. ഇത് നോക്കിയിരിക്കുകയാണ് കുഞ്ഞ്, 12 വയസ്സുള്ള മകൻ. ഒരുപാട് കാലമായി കൊതിയോടെ കാത്തുനിന്ന ഒരു പഴം തിന്നാമെന്ന് കരുതി കാത്തു നിന്ന ആ കുട്ടിയെ നിരാശപ്പെടുത്തിക്കൊണ്ട് ആ കൊലയും എടുത്തുകൊണ്ട് നടന്നു പോയപ്പോ ആ കുട്ടിക്ക് അടങ്ങാത്ത സങ്കടം, അടങ്ങാത്ത ദേഷ്യം എല്ലാം ചേർന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുമ്പോൾ ചങ്ങമ്പുഴ അവസാനം എഴുതുകയാണ്. അവസാനം കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. എന്താ എഴുതിയത്? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ഇനി വരുന്നവരെന്ത് ചെയ്യും? ഇതിന് പ്രതികാരം ചെയ്യും. ചെയ്തൊരു ജനത ഇവിടെ ഉണ്ട്. അവരുടെ പേരാണ് SNDP യോഗം പ്രവർത്തകർ. കേട്ടിട്ടുണ്ടോ? ഉണ്ടോ സഹോദരി? 1918 കൃഷിഭൂമി കർഷകര്, റോഡ് നൽകാൻ സ്വാതന്ത്ര്യം, വസ്ത്രത്തിനുള്ള സ്വാതന്ത്ര്യം, ക്ഷേത്ര പ്രവേശനം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നമ്മളങ്ങോട്ട് ഇറങ്ങി. അതിന്റെ ഭാഗമാണ് വൈക്കം സത്യാഗ്രഹം ഒക്കെ. ക്ഷേത്രപ്രവേശനം കിട്ടിയോ? ഭൂപരിഷ്കരണം വന്നോ? ജന്മിത്വം തീർന്നോ? സത്യമല്ലേ? അതിന് ഏറ്റവും ആദ്യം ഇറങ്ങിയ മനുഷ്യന്മാരെ പേരെന്താ? SNDP യോഗ പ്രവർത്തകർ. കാരണം പിന്നിൽ ഗുരുദേവനുണ്ടായിരുന്നു. ഓക്കെയാണോ? അല്ലാതെ ചെറുതായ ആളുകളല്ല നമ്മൾ. ഈ നാടിന്റെ സാമൂഹ്യ പരിവർത്തനത്തിന് സകലമാന മേഖലകളിലും അത്ഭുതകരമായ പരിവർത്തനം ഉണ്ടാക്കിയ ആളുകളുടെ പിന്മുറക്കാരാണ് നമ്മൾ ഇരിക്കുന്നത്. മനസ്സിലായോ? അഭിമാനത്തോടെ ഇരിക്കണം SNDP എന്ന് പറയാം. ഓക്കെയാണ് സഹോദരി? അത് വെറുതെ അല്ല, അതാണ് നമ്മളൊക്കെ ഇങ്ങനെ അന്തസ്സായിട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ചങ്ങമ്പുഴയുടെ വാഴക്കൊല പോലെ. അതെന്തിനപ്പോ അത് പറഞ്ഞത്? ആറാട്ടുകളുടെ കാര്യം. അപ്പൊ ഇങ്ങനെ ഈ കൃഷിയെല്ലാം കൊണ്ടുപോകും,
പിന്നെ നിരവധി തരത്തിലുള്ള നികുതികളും. ആറാട്ടുപുഴയുടെ അടുത്ത് കർഷകർ പോയിട്ട് കുടികിടപ്പ് കർഷകർ എന്ന് പറയാൻ പറ്റത്തില്ല, സങ്കടം പറഞ്ഞു. എന്നാ ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞു. ആറാട്ടുപുഴ വണ്ടി നിർത്തി ആളം കയറ്റി നേരെ അങ്ങോട്ട് പോയി. നേരെ അങ്ങോട്ട് ചെന്നിട്ട് ആ പറയുന്ന ഈ ജന്മിയുടെ വീട്ടിലെത്തി. ആ ജന്മിയുടെ വീട്ടിലെത്തിയിട്ട് അയാളെ വിളിച്ചിറക്കിയിട്ട് വാളൂരി കഴുത്തിന് വെച്ചു. എന്നിട്ട് പറഞ്ഞു, മേലാൽ അനാവശ്യമായി നികുതി വിരിക്കുകയോ ഞങ്ങളുടെ വീടുകളിലുള്ള പശുക്കളെ പിടിച്ചുകൊണ്ട് പോവുകയോ ചെയ്താൽ തന്റെ തല ഞാൻ വെട്ടു എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? രാജാവിന് 300 സൈന്യം ഉണ്ട്, ഇയാൾക്ക് എത്ര ഉണ്ട്? 500 ഉണ്ട്. ഇയാൾ ഒരാൾക്കും തോപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞില്ലേ, സാളഗ്രാമം നഷ്ടപ്പെട്ടപ്പോ രാജാവിന് പറ്റാത്ത ആരാ വാങ്ങിച്ചു കൊടുത്തേ? ഇത്തിക്കരപ്പക്കയില്ലെന്നായിരുന്നു കായങ്ങളും കൊച്ചുണ്ണിനെ തെരഞ്ഞു പോയി പിടിച്ച ആളാണ്. അപ്പൊ പേടിയുണ്ടാവില്ലേ? അതോടെ തീർന്നു. ആ പ്രദേശത്തുള്ള കരം പിരിക്കലും നിന്നു, പശുവിനെ കൊണ്ടുപോക്കലും നിന്നു. ആ മനുഷ്യനെ നമ്മൾ ഓർക്കണ്ടേ? വേണോ? ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്നറിയാം നമുക്ക് ഓർമ്മിക്കാൻ, നന്ദിയോടെ സ്മരിക്കാൻ, ഫോട്ടോ വെച്ച് പൂവിടേണ്ട ആളുകൾ. ഒരു അങ്ങനെയാണ് നമ്മളൊക്കെ ഈ മനുഷ്യരായി ജീവിക്കുന്നത്. ആ കാലത്തെ കുറിച്ച് നിങ്ങൾ ശരിക്കും ആലോചിച്ചാലോ തല കറങ്ങി വീണു. ഇങ്ങനെ ലോകത്തിൽ എവിടെയില്ല കേട്ടോ. നിങ്ങൾ ആഫ്രിക്ക പോയിട്ടുണ്ടോ? ഇതുവരെ പോയില്ല. എന്തൊരു മനുഷ്യനാ, കഷ്ടട്ടോ. ഞാനും പോയില്ല. പക്ഷേ ഗാന്ധി പോയിട്ടുണ്ടത്, പോയില്ലേ? ആ, ഇത് സ്കൂളിൽ പോയ ആൾക്കാർ ഇവിടെ ഉണ്ടാവുമല്ലോ കുറച്ചു പേരൊക്കെ. നിങ്ങളൊന്നും പോയിട്ടില്ല, ഇവരൊക്കെ പോയിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന വർണ്ണവിവേചനത്തിന്റെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാനത് പഠിപ്പിച്ചുകൊണ്ട് ഓർത്തിരിക്കുന്ന, മിടുക്കനായതുകൊണ്ടല്ല തെറ്റിദ്ധരിക്കുന്നത്. ഞാൻ ആ വിഷയം പഠിപ്പിച്ചത്. മനസ്സിലായി പറഞ്ഞത്? നിങ്ങളെക്കാളും അറിവുണ്ട് എന്നുള്ളതായിരിക്കും അല്ല കേട്ടോ പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ധരിക്കല്ലേ, ഞാനങ്ങനെ പറഞ്ഞു തോന്നരുത്. അത് മനസ്സിലായോ പറഞ്ഞത്? ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന വർണ്ണവിവേചനത്തിന്റെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സാറേ മറന്നുപോയോ? നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് നെൽസൺ മണ്ടേല എന്ന് പറഞ്ഞ ഒരാളെ ഓർമ്മയില്ലേ? ഒരാളത് അത് പോരാടിയത്. ആ വർണ്ണവേദന്റെ പേര് ആ കുട്ടി പറഞ്ഞാൽ മതി. ആ ടീഷർട്ട് ഇരിക്കുന്ന സുന്ദരൻ ധൈര്യട്ടെ പറയും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മുട്ടായി വാങ്ങി തരാം. അറിയില്ലല്ലേ? സന്തോഷം, എന്റെ മുട്ടായി പോയില്ലല്ലോ. അടുത്തിരിക്കുന്ന കുട്ടി, ഡു യു നോ? യു ഡോണ്ട് നോ? താങ്ക് യു. അതിന് പേര് അപ്പാർത്തികൾ എന്നാണ്. ഇപ്പൊ ഓർമ്മയില്ലേ അപ്പാർത്തികൾ? കണ്ട, അന്ന് ഞാനും പഠിച്ചാണല്ലോ ആ പുറകിൽ ഒരാള് തലയാട്ടുന്നത്. അത് സാരമില്ലട്ടോ, നമ്മൾ ഉപയോഗിക്കാത്ത കാര്യം മറന്നുപോയില്ലേ? അല്ലേ? അത് തെറ്റല്ല കേട്ടോ, അങ്ങനെ തന്നെയാണ്. അപ്പൊ അപ്പാർത്തിയുടെ ഓർമ്മയുണ്ടോ? കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള വലിയ വിവേചനമാണ്. പക്ഷെ സഹോദര, ഈ നീഗ്രോ വംശജന്റെ തൊട്ടടുത്ത് സാഹിബിന് നിൽക്കാന്ന്. സാഹിബ് അവന്റെ ചെവിക്ക് പിടിക്കും, പുറത്ത് കുനിച്ചു നിർത്തി ഇടിക്കും. പോലീസുകാർക്ക് ഇടിച്ചില്ലേ? അതുപോലെ ചങ്ങലക്ക് ഇട്ട് കൊണ്ടുവന്ന് പണിയെടുപ്പിക്കും, പൊള്ളിക്കും, അടിക്കും. പക്ഷെ അവനെ ദൂരെ നിർത്തുമോ? അടുത്ത് നിർത്താം. നമ്മുടെതോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും താണജാതിയായി മുദ്ര കുത്തപ്പെട്ടവൻ എപ്പോഴെങ്കിലും കണ്ണിൽ പെട്ടാൽ അവന് കിട്ടാൻ പോകുന്ന ചിത്രവധം പോലുള്ള ക്രൂരമായ ശിക്ഷയാണ്. ഭൂമിയിൽ എങ്ങനെയുണ്ടോ? വസ്ത്രം ധരിക്കാൻ അനുവദിക്കാത്തൊരു നാട് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അതിന്റെ ആവശ്യമില്ലാന്ന രാജാവും വിളംബരം പുറപ്പെടുവിച്ചത്. അതുപോലെ നമ്മൾ ഈഴവ മെമ്മോറിയലും മലയാളി മെമ്മോറിയലും കൊടുത്തപ്പോൾ ഈഴവരാദ്യം താഴോട്ടുള്ള ജനങ്ങൾക്ക് കയറുവിരിപ്പും ചെത്തൊക്കെ ഉണ്ട്, സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ലാന്ന. ഭൂമിയിൽ ഇന്ന് വരെ ഇറങ്ങാത്ത ഏറ്റവും നാണംകെട്ട ഉത്തരവാണ് നമ്മുടെ പ്രജകൾ ആരും സ്കൂളിൽ പോകേണ്ടത്. അതുപോലെ നികുതികളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നങ്ങലീനെ തുടക്കത്തിൽ കേട്ടവർ മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ലോകം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്റെ ദൈവമേ, ഇത് കണ്ടിട്ടാണ് പാവം വിവേകാനന്ദ സ്വാമികൾ അറിയാണ്ട് വിളിച്ചുപോയി. എന്താ വിളിച്ചത്? അത് തന്നെ, സന്തോഷിച്ച് വിളിച്ചതാണോ? കളിയാക്കിയതാണോ? അല്ല, ഞെട്ടിപ്പോയി ഇങ്ങനൊരു നാട്. കാരണം എന്താണ്? നാട്ടിൽ കൂടി പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ യഥേഷ്ടം നടക്കാം. എന്നാൽ മനുഷ്യനായി പിറന്നവർക്ക് ജാതിയുടെ പേര് താണജാതിക്കാർക്ക് വഴി കൂടി നടക്കത്തില്ല. അതേ എഴുതിയിട്ടുണ്ട്. അതിന് വിചിത്രമായതെന്ന് തോന്നിയെന്നറിയാമോ? എന്നാൽ അതൊരു ഇസ്ലാമിക നാമമോ ക്രിസ്തീയ നാമമോ സ്വീകരിച്ചാൽ ഏത് നമ്പൂതിരിയുടെ വീട്ടിലും എത്താം. ഇത് ഭ്രാന്തന്മാരല്ലാണ്ട് പിന്നെ എന്തുവെന്നാണ് വായിച്ചിട്ടുണ്ടോ? അതായിരുന്നു നമ്മുടെ നാട്. ആ നാടാണ് ഇങ്ങനെ മാറ്റിമറിച്ചത്. ആ മാറ്റിമറിച്ചവരെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പം നമ്മൾ ഈ വേലാത പണിക്കരെ നമുക്ക് വിടാം അല്ലെ? തൽക്കാലം അത്ര പോരെ. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, കൂടുതൽ അറിയണമെന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ, നമുക്ക് ഇതുപോലെ കൂടാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവുകയാണെങ്കിൽ, സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ കൂടുകയാണെങ്കിൽ, ഞാൻ എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ റെഡിയാ. വേറെ അതിനേക്കാളും മിടുക്കരായിട്ടുള്ള ഇഷ്ടം പോലെ ആശാരനോട് വേണേൽ കൊണ്ടുതരും. ഒരു 10 ദിവസം കൊടുക്കണ്ട, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടണം. അത് ശാഖയിലായാലും മതി, യൂണിയനിലായിക്കോണമെന്നില്ല. ഏത് ശാഖയിലായാലും കുഴപ്പമില്ല. പിന്നെ എന്താ വേണ്ടത്? നമുക്ക് എങ്ങനെ ഒത്തുചേർന്നിട്ട് ഇത് മാത്രമല്ല കേട്ടോ പറയുന്നത്, മറ്റു പലതും നമുക്ക് ജീവിതത്തെ കുറിച്ച് പറയാനൊക്കെ ഉണ്ട്. ഇത് ശരിക്കും പഠിച്ച ഒരാൾ ഇന്നുപോലും ആത്മഹത്യ ചെയ്തിട്ടില്ല. നിങ്ങൾ സംശയമുണ്ട് ആത്മഹത്യ ചെയ്ത് ആരോടെങ്കിലും വിളിച്ചു വെച്ചു? അവരിത് പഠിക്കാത്തോണ്ടാണ്. ഇല്ലേ? നിങ്ങൾ കേട്ടില്ല? ഇവര് കേട്ടില്ല. ഇനി പറയില്ല. അല്ലെങ്കിൽ ചിലര് കേട്ടൂല്ലേ? അത് ഞാൻ ഓർക്കുന്നത് നമ്മുടെ ഈ താഴെ, ഞാൻ നേരത്തെ ടീച്ചർ വീടിനൊക്കെ പറഞ്ഞില്ലേ, നമ്മുടെ ഈ മേൽപ്പാലം തീരുന്ന ഭാഗം, അവിടെ യൂണിയൻ ഓഫീസ് ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? SNDP യൂണിയൻ ഓഫീസ്, അശോകന്റെ നേതൃത്വത്തില് സൈനേറ്ററൊക്കെ ഉള്ളപ്പോ. ഈ അമ്മ അതും മറന്നുപോയോ? താഴെ നമ്മള് ബേബിനൊക്കെ എത്താറാൻ വലതുവശത്തൊരു പിന്നെ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു അതിനടുത്ത്. ഈശ്വര, മറന്നുപോയി. നിങ്ങൾക്ക് അറിയാൻ ഓർമ്മയുണ്ടോ?
അവിടെ വെച്ച് ഇതുപോലെ ഒരു പിന്നെ വനിതകളുടെ ഒരു ക്യാമ്പ് എടുക്കുക, ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, പെരുതുള്ളി എല്ലാരും പല വെള്ളമെന്ന് പറഞ്ഞു. മറക്കൂലേ? ഓക്കെ, ശരിക്കും അത് നമ്മൾ ഇരിക്കണം, അതിൽ തന്നെ ലയിച്ചിരിക്കണം. പറഞ്ഞു കേട്ടോ, പെരുതുള്ളി വേഗം നിങ്ങളെ പോലുള്ളവർ അന്ന് പല വെള്ളമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലാണ് നിങ്ങൾക്ക് വിരോധക്കുറവൊന്നും ഇല്ലല്ലോ, തീരെ ഇല്ല എന്ന് പറയും. എന്താ ചോദിച്ചത്? വിരോധക്കുറവില്ലല്ലോ എന്നല്ലേ ചോദിച്ചത്. അപ്പൊ ഇല്ലാന്ന് തന്നെ പറയും. മനസ്സിലായി? ഇതൊക്കെ ഇത് തരികടയാ. അതൊക്കെ വാ സാറ്, ഇവിടെ സീറ്റില്ലേ? ഇവിടെ ഉണ്ട്, ഓടിയാ. ഇവിടെ ചോദ്യം ചോദിക്കാണ്ട് കേട്ടോ. ആ ഇവിടെ ഇരുന്നോ, കുഴപ്പമില്ല, നല്ല സീറ്റ് ഉണ്ട്, വേറെ പോകാതിരിക്കാനുള്ള പണിയാട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് സമയത്ര നിങ്ങൾ പറയണം കേട്ടോ. എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ നീണ്ടു പോകും. സമയം എപ്പോഴാണെന്ന് നിങ്ങളാണ് അതിന്റെ എന്തായാലും പറയാ ആങ്കർ. ഈസ് എ വെരി ആങ്കറി മാൻ, അവിടെ ആങ്കറാണ്. അപ്പൊ നിങ്ങൾ പറയില്ലേ സമയം ചേട്ടാ പറഞ്ഞു പറയുന്നുണ്ട്. ഞാൻ അറിയാണ്ട് നീണ്ടു പോയാൽ നിങ്ങൾക്ക് അടുത്ത പരിപാടികൾ 12 മണി ഇല്ല, 12 അതോ കഴിഞ്ഞോ? 12:20 നല്ല ഓർമ്മയാണ്. എന്താണ്ടാ എനിക്കും വീട്ടിൽ പോകണം. ഇന്ന് ഒരു പ്രത്യേകത ഉണ്ട്. നേരത്തെ ഇരുന്ന ആ ഗിരിപാമ്പനാലില്ലേ, ആ ഗിരിപാമ്പനാലിൽ നിന്ന് ബർത്ത്ഡേ ചതയമാണ്, ഗുരുവിന്റെ നാട്. അതിൽ എന്റെ അമ്മയുടെ ജനന ദിവസം ഇന്നാണ്. അപ്പൊ അമ്മ 89ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ കൂടണ്ടേ? 89 ആകുമ്പോൾ എന്താ പറഞ്ഞ പോലെ നന്ദി മറക്കാൻ പറ്റില്ല. അത് ഉച്ചയ്ക്ക് വീട്ടിൽ എത്തിയിട്ട് വേണം. ഇനി മാവൂർ യൂണിയന്റെ പരിപാടിയുണ്ട്. അപ്പൊ അതൊന്നും പ്രശ്നമല്ല, ടൈമുണ്ട്. അതല്ല പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് എനിക്കൊരു ബുദ്ധിമുട്ട്. കുഴപ്പം ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ഗൗരവത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? അന്നേരം പലരും ഉറങ്ങി കൂർക്കം വലിച്ചിട്ട് മറ്റുള്ളവർ കേൾക്കാൻ പറ്റൂല. അതുകൊണ്ടാ ഈ കുട്ടിയൊക്കെ നേരത്തെ തന്നെ ഉറങ്ങാൻ തുടങ്ങിയതാ. ചുമ്മാ വെറുതെ പറഞ്ഞതാ, ഇതോട് ദേഷ്യം പിടിക്കല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൂടാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടിയാൽ നിങ്ങൾക്ക്, എനിക്കറിയില്ല നിങ്ങൾ ഇത് എന്തൊക്കെയാ മനസ്സിലാക്കിയത്. മീറ്റിംഗിൽ പങ്കെടുത്താൽ അഥവാ ആൾക്കൂട്ടത്തിൽ ഇറങ്ങി നടക്കുന്ന ആൾക്ക് ബർത്ത്ഡേ വയസ്സ് എത്ര കൂടും നിങ്ങൾ അറിയാമോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആളുകളോട് ഇടപെട്ട് ഇറങ്ങി നടക്കുന്ന ആളുകൾക്ക് 2 വർഷത്തിൽ 1 വയസ്സേ കൂടത്തുള്ളൂ. അത് വെറുതെ അല്ല, സീരിയസ് ആ. സഹോദരി സത്യമായിട്ട് ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ നമ്മുടെ നാട് ഭരിക്കുന്ന VS എത്ര വയസ്സിലാണ് വെച്ചേ? VS 102 103 എന്തുകൊണ്ടാണിത്? അത് തന്നെയാണ് നടക്കുന്നതുകൊണ്ടാണ്. അതുപോലെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകളും എന്നെ പോലെ തന്നെ കുറച്ച് പ്രായം ഉള്ളവരാണ്. കേട്ടോ, അത് ഞാൻ നേരത്തെ പ്രായം അറിയാണ്ട് പറഞ്ഞു പോയി തോന്നുന്നു. നിങ്ങൾക്ക് എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? 35-40 കൂടെ തോന്നോ? ഒരു മോഹം കൊണ്ട് പറഞ്ഞു. ആശാവേട്ടനെ നോക്കിക്കേ, സത്യം ഞാൻ അധികം വെറുതെ പറഞ്ഞാലും മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ ഡോപ്പോമിൻ എന്ന സാധനമല്ലേ ഇതിനകത്ത് കിടക്കുന്നത്. കേട്ടോ ഡോപ്പോമിൻ, അതൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാല് കുട്ടി സത്യം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രോഗ്രാമിനൊക്കെ വരണം. വയസ്സ് കൂടും, സൗകര്യം കൂടും. നേരെയാണ് 2 വയസ്സ് 1 വർഷം കൊണ്ട് 2 വയസ്സ് കൊടുത്തുള്ളൂ. അല്ലാത്തവർക്ക്, വീട്ടിൽ മാത്രം ഇരിക്കുന്നവർക്ക് 1 വർഷം 2 വയസ്സ് കൂടും. ഒരു 45-50 കഴിഞ്ഞാൽ ഞാൻ സത്യസന്ധമായി പറയാം, നിങ്ങളുടെ വീട്ടിലും നേരത്തെ കുറെ മുന്നേ അച്ഛനും അമ്മ അങ്ങനെയൊക്കെ ജോലി ഉണ്ടായിരുന്നവർ റിട്ടയർ ആയതൊന്നും ആലോചിച്ച് നോക്കി. ഓർമ്മയുണ്ടോ? 55 റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ബാഗ് എടുത്തു, ഒരു വളഞ്ഞകാലം കൂടെയും, പിന്നെ മുന്നിൽ ഒരു നല്ല കസേര ഉണ്ടാവും, അവിടെ ഇരിക്കും. ആകെ വയസ്സനായി 60 ആകുമ്പോഴത്തേക്കും ഇനി മുന്നോട്ട് പോകുമെന്ന് അറിയാത്തതുകൊണ്ട് കഷ്ടിപൂർത്തി ആഘോഷിക്കും. എന്താണ് നീ കഷ്ടിച്ച പോള് അവിടെ എന്താ ആഘോഷിക്കൂ? കഷ്ടിപൂർത്തി അല്ല ഷഷ്ടിപൂർത്തി. അതൊരു 65 വയസ്സൊക്കെ അല്ലായിരുന്നു മാക്സിമം. ഇപ്പൊ എത്രയാണെന്ന് അറിയാമോ? ആയുർദൈർഘ്യം 100-ൽ നിൽക്കുക. നമ്മൾ നല്ല ആയുർദൈർഘ്യമുണ്ട്. അതിന് പ്രധാന കാരണം ഇതാണ്. നിങ്ങൾ അതുകൊണ്ട് ഈ ഒന്നിച്ചു കൂടുമ്പോൾ ഗൗരവത്തിലല്ല കൂടേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ ചിരിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കുന്നത്. എന്തിനാന്ന് മനസ്സിലായോ? നമ്മൾ ഒത്തുചേർന്നിരിക്കുന്ന മീറ്റിംഗിൽ ചിരിച്ച് സന്തോഷിക്കുമ്പോൾ അതിൽ ഒരുപാട് എനർജി ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നല്ലോണം ചിരിച്ച് സന്തോഷിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഉദാഹരണം ഒരു രോഗിയെ കാണാൻ പോയത് പറയും, സുഖമില്ലാതെ ഒന്നും ഡയബറ്റീസ് ഒക്കെ കൂടി വീട്ടിൽ ഇങ്ങനെ കിടപ്പിലായിരിക്കും. അപ്പൊ ഞങ്ങൾ കാണാൻ ചെല്ലാണ്. അപ്പൊ വീട്ടിൽ പിന്നെ അങ്ങനെ ആരും കാണാൻ എപ്പോഴും വരൂല്ലല്ലോ. എപ്പോഴും ഇറങ്ങി നടന്നൊരു മനുഷ്യനാണ്, ബാങ്കിലൊക്കെ ഉള്ള ജോലിയൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പല ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ സംസാരിച്ചാൽ ബുദ്ധിമുട്ട്. അപ്പൊ പറഞ്ഞ് ശ്വാസം മുട്ടുണ്ടാവും, ഡോക്ടർ സംസാരിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. പക്ഷെ അരവിന്ദ മാഷ് ഞങ്ങളുടെ നേരെ നോക്കി ചിരിച്ച് എഴുന്നേറ്റപ്പോ അയാളോട് സംസാരിക്കാതിരിക്കാൻ പറ്റാതായിപ്പോയി. എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? അപ്പൊ ഞാൻ പറഞ്ഞു, മാഷേ ഞങ്ങൾ 2-3 പേര് അങ്ങോട്ട് സംസാരിക്കും, നിങ്ങൾ ഇങ്ങോട്ട് മിണ്ടരുത്. ഞങ്ങൾ പറയുന്നത് മതി, നിങ്ങൾ മൂളിയാ മതി. പക്ഷെ അറിയാതെ അയാൾ മൂളല്ല പറയാൻ തുടങ്ങി. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഞങ്ങളൊരു അരമണിക്കൂർ നിർത്തി പോരാൻ പറ്റാണ്ടായിപ്പോ. ഞാൻ ഇറങ്ങി ഇടയ്ക്ക് വന്നിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, അയാൾ സന്തുഷ്ടനാണ്, ഒന്നും ദേഷ്യം പിടിക്കരുത്. ഒരു 1/4 മണിക്കൂർ സംസാരിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ആ കിടന്നയാളല്ല അപ്പൊ ഇരിക്കുന്നത്. ആകെ മാറി, മുഖം പ്രസന്നമായി, ഒരു പ്രസരിപ്പായി, എഴുന്നേറ്റ് വർത്താനം പറയാൻ തുടങ്ങി. ഇത് ശരിയോ തെറ്റോ? നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടോ ഇല്ലയോ? നമ്മളൊറ്റയ്ക്ക് അങ്ങാണ്ട് കുത്തിരിക്കുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് വന്നപ്പോൾ നമുക്ക് ഉന്മേഷമായോ? അത് തന്നെ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം. അപ്പൊ ചുരുക്കത്തിൽ
ഇങ്ങനെ ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വയസ്സായി കുത്തിന്ന് പോകും. ഈ അമ്മേനെ നോക്ക്, എന്തായാലും പൊതുരംഗത്തുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഓടി നടക്കുന്നത്. ശരിയാണോ? അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൂടണോ വേണ്ടായോ? അതൊരു ആരോഗ്യമല്ല ഏറ്റവും പ്രധാനം. അധികകാലം കിടത്താതെ ഭഗവാനെ, അതാണ് അവസാനത്തെ പ്രാർത്ഥന നമ്മുടെ. അറിയാമോ നിങ്ങൾക്ക്? അധികകാലം കിടന്നാൽ എന്ത് പറ്റൂ ഒന്നും അറിയില്ലല്ലേ? പാലിയേറ്റീവിന്റെ പ്രവർത്തനത്തിനോട് അപ്പൊ അറിയാം. അയ്യോ, ഞാനവിടെ പാലിയേറ്റീവ് കമ്മിറ്റിയിലുണ്ട്, സഹിക്കൂല ചില രംഗങ്ങൾ. അപ്പൊ അതൊന്നും വരാതിരിക്കാനാണല്ലോ നമ്മളിങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ, ഇനി ഡോക്ടർ പത്മ കുമാരനാശാൻ, അങ്ങനെ സി കേശവൻ തുടങ്ങി ഒരുപാട് പേരുണ്ട്. അവരെ കുറിച്ച് പറയുന്നത് ഗുരുവിനെ കുറിച്ച് നിങ്ങൾ അനുവദിക്കുന്ന സമയം വരെ കുറച്ചും കൂടി പറയാം. ഗുരുവിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞില്ല. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അല്ലെ, ഗുരു വന്നപ്പോൾ തന്നെ ഗുരു ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അറിയാമോ? ഗുരുദേവൻ ആദ്യം തന്നെ പറഞ്ഞു നാം ആരാണെന്ന്. അറിയാമോ ആരാന്ന് പറഞ്ഞത്? ഗദ്യപ്രാർത്ഥന വായിച്ചിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ. ഞാൻ ചോദിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നിങ്ങളിപ്പോ ഈ സംഘടനാ പ്രവർത്തനം അത്ര സജീവമല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അതിനൊന്നും നിങ്ങൾക്ക് അവസരം ഉണ്ടായിട്ടുണ്ടാവില്ല. അതൊരു തെറ്റല്ല, അതുകൊണ്ട് അത് മോശമാണെന്ന് വിചാരിക്കരുത്. ഞാൻ ചോദിച്ചു പോകുന്നതാണ്. നമ്മൾ ഗദ്യപ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? ഗുരുദേവൻ 64ഓളം കൃതികൾ എഴുതിയിട്ടുണ്ട്. മുഴുവൻ കണ്ടുകിട്ടിയിട്ടൊന്നുമില്ല, അത് കൃത്യമായ എണ്ണമൊന്നുമല്ല. അത് സ്തോത്രകൃതികളുണ്ട്, പ്രബോധനാത്മകമുണ്ട്, ദാസനകൃതിയാണ്. ഉദാഹരണത്തിന് എന്തായിരുന്നു? പിന്നെ ആത്മോപദേശ ശതകം കേട്ടിട്ടുണ്ടോ? ആത്മോപദേശ ശതകം ഒന്ന് കേട്ടിട്ടുണ്ടോ? ആത്മോപദേശ ശതകം കേട്ടിട്ടുണ്ടോ? ദൈവദശകം ഒന്ന് കേട്ടിട്ടുണ്ടോ? അതിവിടെ ചൊല്ലിയില്ലേ? അതുപോലെ ആത്മോപദേശ ശതകം, അതില് തുടക്കം എനിക്ക് തോന്നുന്നു ഇങ്ങനെ: അറിവില് വേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവില് ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും, കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതര വീണ് വണങ്ങി ഓതിടേണം. അതിലാണ് എന്താണ് മറന്നുപോയി ചുരുക്കം. അതിനകത്ത് ഒരുപാട് സന്ദേശങ്ങൾ ഉള്ളതാണ്. അതെല്ലാം പറയുമ്പോൾ ഓർക്കാൻ പോയാൽ നമുക്ക് കാര്യം നടക്കും. അപ്പൊ അങ്ങനെയുള്ള കൃതികളൊക്കെ ഉണ്ട്. അതിൽ ഒന്നല്ല 3 എനിക്ക് തോന്നുന്നത് ഗുരുദേവൻ എഴുതിയിരിക്കുന്നത് ഗദ്യകൃതികളാണ്. സഹോദര കേൾക്കുന്നുണ്ടോ? ഗദ്യകൃതികൾ. അതിൽ എഴുതിയിരിക്കുന്നുണ്ട് ഈ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയത്. ഈ കാണുന്നതൊക്കെ എന്താണ്? സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുണ്ടായത്, പരമാത്മാവിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതുകൊണ്ട് പരമാത്മാവല്ലാതെ മറ്റൊന്നുമില്ല. ഇത് ഞാൻ വിശദീകരിക്കൂല. നിങ്ങൾ അമ്പലങ്ങളിൽ ആധ്യാത്മിക പ്രഭാഷണം കേൾക്കാൻ പോയിട്ടുള്ളവരോ അത്തരം കാര്യങ്ങൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അല്ലാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ നമ്മൾ പരമാത്മാവ് എന്താണ്, പരബ്രഹ്മം എന്താണ്, ആത്മാവ് എന്താണ്, ജീവാത്മാവ് എന്താണെന്നൊക്കെ പറയേണ്ടി വരും. അത് പറഞ്ഞാൽ നമുക്ക് എന്തായി പോകും? അത് വേറൊരു പ്രഭാഷണമായി മാറും. നമുക്ക് ഇത് നടക്കൂല. അപ്പൊ അത് തന്നെ നിങ്ങൾ മടുക്കും. അത് കുറച്ച് സീരിയസ് ആയി പറയണം. തമാശ പറഞ്ഞ് പറ്റൂല. പറ്റും, എന്നാലും ഓക്കെയാണ്. അത് വേണ്ട. സംഗതി മനസ്സിലായി കാണുമല്ലോ അല്ലേ? കുറെ പേർക്ക് അറിയാമെന്ന് എനിക്കറിയാം. അതാണ്. പിന്നെ ഗുരുദേവൻ പറയാണ് നാം ശരീരമല്ല. എന്താ പറഞ്ഞത്? കൃത്യമായി ഓർത്തിരിക്കണം. ആ ഗദ്യപ്രാർത്ഥന വായിച്ചിട്ടുണ്ടാവും. അതിൽ എഴുതിയിട്ടുണ്ട് നാം ശരീരമല്ല. പിന്നെന്താണ്? നാം എന്താണ്? പ്രകാശമാണ്. നാം ശരീരമല്ല, അറിവാകുന്നു. അത് തന്നെ ആ വാക്കായിട്ട് കിട്ടാം. നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ? നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും ഈ അറിവായ നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അയച്ചിട്ടില്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഏകദേശം കുറെ പേർക്ക് മനസ്സിലായി. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ എന്താണുള്ളത്? യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ സ്ഥായിയായി സ്ഥിരമായി നിൽക്കുന്നത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ആ ഈശ്വരന്റെ പേരെന്താണെന്നറിയോ? നമ്മുടെ ദൈവത്തിന്റെ പേരറിയാമോ? നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഗ്രന്ഥത്തിന്റെ പേരറിയാമോ? ഹിന്ദു വിശ്വാസ പ്രകാരം ഹിന്ദു മതത്തിലെ അടിസ്ഥാന ഗ്രന്ഥത്തിന്റെ പേര് സഹോദരിക്കറിയാമോ? തെറ്റായാലും പറഞ്ഞു. അല്ല, എഴുതിയത് വേദവ്യാസം എന്ന് പറഞ്ഞ ഒരാളാണ്. 4 ഉണ്ട്. ഇനി കൂടെ വേണം. ഇപ്പൊ കിട്ടിയില്ലേ? വേദങ്ങൾ 4 കുഞ്ഞെ, 4 എതിർവേദം, സമവേദം, അഥർവവേദം. വേദങ്ങൾ ചിട്ടപ്പെടുത്തി തന്നത് വേദവ്യാസൻ. അതാണ് സത്യത്തിൽ അടിസ്ഥാനം. ആ വേദങ്ങളിലുള്ളത് തന്നെ കേട്ടോ ഗുരു തന്നതും വേറൊന്നുമല്ല. കാരണം അത് സനാതന ധർമ്മമാണ്. സനാതനല്ല എന്ന് പറഞ്ഞാൽ നിത്യസത്യത്തിന്റെ പേരാ സനാതന ധർമ്മം. ഉദാഹരണത്തിന് സത്യമേവ ജയതേ ന അനൃതം. സത്യം മാത്രമേ വിജയിക്കുള്ളൂ. അതിന് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ സഹോദരി? സത്യം മാത്രമേ വിജയിക്കൂ എന്ന് നമ്മളെ പഠിപ്പിക്കാൻ ഈ വേദങ്ങൾ സംസ്കൃതത്തിലാണ്. സംസ്കൃതം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അറിയാമോ? മാത്രമല്ല അത് കടുകെട്ടിയാണ്. അത് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് പിന്നെ പുരാണങ്ങളും അതുപോലെ തന്നെ ഇതിഹാസവും ഒക്കെ തന്നത്. രാമായണം, മഹാഭാരതം, ഇതിഹാസങ്ങൾ എന്താണ്? കഥാരൂപത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. സ്കന്ദപുരാണത്തിൽ
37 അധ്യായമാണ് സത്യമേവ ജയതെ പഠിപ്പിക്കാനിട്ടേക്കുന്നത്. ഹരിചന്ദ്രന്റെ കഥ 37 അധ്യായം എന്തിനാ മാറ്റി വെച്ചേക്കുന്നത്? സത്യമേവ ജയതെ എന്ന് നമുക്ക് പറയാൻ ഹരിചന്ദ്രന്റെ കഥയാണ്. കേട്ടിട്ടുണ്ടോ? ഹരിചന്ദ്രൻ അറിയോ? എവിടുന്ന്? ഒരു സിനിമയിലുണ്ട്, തിക്കുർ സി സുകുമാരൻ നായർ ചുടലയിൽ ഇങ്ങനെ ഹരിചന്ദ്രനെ അവതരിപ്പിക്കുന്നത്. ഞാൻ ഹരിചന്ദ്രനെ അവിടെ പറഞ്ഞു തരാം, പക്ഷെ അതിന് 10-15 മിനിറ്റ് വേണം, ഞാൻ പറയില്ല. ആത്മവിദ്യാലയമേ കേട്ടില്ലേ? അത് വേറെ ഒരു ഭാഗം, മന്നവനാട്ടേ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ എന്നൊക്കെ പറയുന്ന ആ സിനിമയില്ലേ, അതിലുണ്ട് ഹരിചന്ദ്രനെ കുറിച്ച്. നാം പിന്നെ എപ്പോഴെങ്കിലും കൂടുകയാണ് ഞാൻ പറഞ്ഞുതരാം. അതൊരു നാടക രൂപത്തിലാണ് ഞാൻ പറയാറുള്ളത്, അതിനിപ്പോ സമയമില്ല. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെയുള്ള കഥകൾ, അപ്പൊ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് വേദങ്ങളാണ്. ആ വേദങ്ങളുടെ സാരം തന്നെയാണ് ആര് നമുക്ക് തന്നത്? ഗുരുദേവൻ തന്നിട്ടുള്ളത്. ആ ഗുരുദേവൻ പറഞ്ഞത് ഈ പറയുന്ന വേദങ്ങളിൽ പറയുന്നതാണ് സർവം ഖല്ലിതം ബ്രഹ്മം. സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ഏതാ? ബ്രഹ്മം. അത് നമ്മുടെ ശരീരത്തിലാണ്. അതിന്റെ പേരാണ് സത്ത്. ശിവം അത് പോയ ശവം, സത്ത് പോയ സത്ത് പോയി എന്ന് പറയും, മലയാളത്തിൽ ചത്തുപോയി എന്ന് പറയും. അപ്പൊ നമ്മളെ ഇങ്ങനെ ഈ വർക്ക് ചെയ്ത് എന്നെ സംസാരിപ്പിക്കുന്നത്, നിങ്ങൾ കേട്ടിരിക്കുന്നത്, നിങ്ങൾ ജീവനോടെ നടക്കുന്നത് എല്ലാം എന്താണ്? നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? പരമാത്മ ചൈതന്യമുണ്ട്, ഈശ്വര ചൈതന്യമുണ്ട്. അതാണ് പരബ്രഹ്മം. അതെല്ലാത്തിലും ഉണ്ട്. പിടികിട്ടിയോ? അതാണ്, അതെല്ലാത്തിലും ഉണ്ട്. അത് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ലല്ലോ. അപ്പൊ ഏതായിരുന്നാലും ഈ പരബ്രഹ്മം, ഈ ലോകം മുഴുവൻ അതാണ്. അത് എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പിന്നെ നമുക്ക് പറ്റാണ് പറയാം. അപ്പൊ അങ്ങനെ ഗുരുദേവൻ പറയാണ്, ഈ പറയുന്ന എന്താണ്? ഞാൻ എന്തുണ്ട്? ഈ പറയുന്ന അറിവായി ഇവിടെ ഉണ്ട്. അത് തന്നെയാണ് അറിവ്. ഗുരുദേവൻ പറഞ്ഞില്ലേ, നീ സത്യം ജ്ഞാനം ആനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും. നീ ഭഗവാൻ എന്ന് പറഞ്ഞ ആരാണ്? ജ്ഞാനം, അറിവാണ്, പ്രകാശമാണ് എന്നൊക്കെ പറയുന്നില്ലേ. നീ സത്യം ജ്ഞാനം ആനന്ദം, സത്യം ജ്ഞാനം ആനന്ദം, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതാണ് ഗുരുദേവൻ പറയുന്നത്. ഈശ്വരനെ അറിയുന്ന, പരബ്രഹ്മത്തെ അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കാണുകയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു 10,000 ആതിഥേയരൊന്നായി ഉദിച്ചു വരുവതുപോലെ വരും വിവേകവൃത്തി എന്ന. നമ്മുടെ മുമ്പിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ, പരബ്രഹ്മം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ 10,000 സൂര്യന്മാർ ഉദിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അതെന്താന്ന് മനസ്സിലായോ? 10,000 സൂര്യൻ ഉദിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾ മുറ്റത്തിറങ്ങിയിട്ട് ഒറ്റ സൂര്യനെ നേരെ ഇപ്പൊ നോക്കാൻ പറ്റുമോ? 10,000 എന്തായിരിക്കും സ്ഥിതി? അത് ആ വെളിച്ചം എങ്ങനെ മലയാളത്തിൽ പറയാം എനിക്കറിയില്ല. പ്രഭാപൂരമോ? അതിനു മുമ്പ് പിന്നെ എന്താ കാണാൻ പറ്റുമോ? ഒന്നുകൂടി പറയാം. നല്ല വെളിച്ചമുള്ള ലോറി അല്ലെ ബസ്സിൽ നിങ്ങൾ പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും രാത്രി? അപ്പം മുന്നിൽപ്പെട്ട മുയലോ കാട്ടുമൃഗങ്ങളോ ഓടൂല. എന്താ കാരണം? വേറൊന്നും അതിന് കാണാൻ പറ്റും. ശരിയാണോ? ഇപ്പൊ പിടികിട്ടിയോ? വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ ഈശ്വരൻ നമ്മുടെ മുമ്പിൽ, ഈ പരബ്രഹ്മം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ പിന്നെ ആ പ്രഭ കൊണ്ട് വേറെ ഒന്നും പിന്നെ ഇവിടെ കാണാനില്ല, എല്ലാം തീർന്നു. മനസ്സിലായോ? അതാ ഗുരു പറയുന്നത്, 10,000 ആതിഥേയർ ഒന്നായി ഉദിച്ചു വരുന്നത് പോലെ വരും വിവേകവൃത്തി. ഏതായാലും അങ്ങനെ പോട്ടെ. അപ്പൊ നമ്മുടെ ഗുരുദേവൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, നാം ആരാണെന്ന് പറഞ്ഞത്? അറിവാണ്, അതാ ഈശ്വരനാണെന്നാണ് പറഞ്ഞത്. അതിന് സംശയമൊന്നുമില്ലല്ലോ. ഈ ആ കാലത്തെ ഗുരുവിന്റെ ശിഷ്യരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യുക്തിവാദി ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? സഹോദരൻ അയ്യപ്പൻ എന്ന പേര്. അദ്ദേഹം പറഞ്ഞതാണ്, ഗുരുദേവൻ പറഞ്ഞത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അപ്പൊ സഹോദരൻ അയ്യപ്പൻ എന്താ പറയുന്നത് അറിയോ? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട. കേൾക്കുന്നുണ്ടോ? ആ മക്കൾക്ക് സീറ്റ് ഉണ്ടോ? അവിടെ ഉണ്ട്. സഹോദരൻ അങ്ങോട്ട് പറയാം, ആങ്കറാ പറയാം, മോളിൽ കയറി. നിങ്ങൾ രണ്ടുപേരും വരുമെന്ന് എത്ര നേരമായി പറയുന്നു? ഇവരെല്ലാം നല്ല കുട്ടികൾ വരുമെന്ന് പറഞ്ഞേ അല്ലേ? അപ്പൊ നിങ്ങൾ പോയാൽ ഞങ്ങൾക്ക് സങ്കടമില്ലേ? കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഞാൻ പറഞ്ഞെന്താണ്, സഹോദരൻ അയ്യപ്പനെ പരിചയം ഉണ്ടോ? ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ്. എങ്ങനെ സഹോദരന്റെ പേര് വന്ന് മുതിർന്നവർക്ക് അറിയില്ലേ? ആർക്കായി പറയാമോ? നിങ്ങൾക്ക് അറിയുന്നതാണ്, പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. സഹോദരന്റെ പേര് വന്ന് എങ്ങനെയാ? ഈ പിന്നെ ഹിന്ദുക്കളാണെങ്കിലും പല ജാതിക്കാർക്ക് ഒന്നിച്ച് നിൽക്കാനോ അടുത്ത് നിൽക്കാനോ പറ്റൂലല്ലോ. അപ്പൊ എന്ത് ചെയ്തു? എല്ലാ ജാതിക്കാരെയും വിളിച്ചു കൂട്ടി അടുത്തങ്ങ് ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുത്തു. പന്തി ഭോജനം കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടില്ലേ? അതാണ്, രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടു നാം, പന്തിഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ. പ്രഭാവതി, അതായത് പുഷ്പാവതി പാടി കേട്ടിട്ടുണ്ടോ? എത്രയെത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്രയെത്ര കതിരുകൾക്ക് വിത്തെറിഞ്ഞ കേരളം. രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടു നാം, പന്തിഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഗുരുദേവ ദർശനങ്ങൾ നെയ്തെടുത്ത കേരളം. കേട്ടിട്ടുണ്ടോ? ആ പുഷ്പാവതി ഇപ്പൊ പ്രശസ്തയാകാനൊരു കാരണമുണ്ട്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞപ്പോ എല്ലാം നേരെ പോയി. നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണന്റെ വേദിയിൽ എഴുന്നേറ്റ് ചോദ്യം ചെയ്ത പെണ്ണ അറിയോ? പ്രശസ്ത ഗായികങ്ങളെ കണ്ടില്ല?
അതിപ്പോ പറയുന്നില്ല, അവർ പറഞ്ഞത്. പിന്നെ ഏതായിരുന്നല്ലോ അതുകൊട്ടെ. അപ്പൊ ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ സംഭവം? ഒരു സിനിമ കോൺക്ലേവിനകത്ത് പറഞ്ഞത് ഈ പിന്നെ ദളിത് സ്ത്രീകൾക്ക് പരിശീലനം കൊടുക്കണമെന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു. എല്ലാ സ്ത്രീകൾക്കും കൊടുത്താൽ പോരെ? ദളിതർക്ക് എന്താ അത്ര പോരായ്മ? നേരത്തെ പറഞ്ഞ വേദവ്യാസൻ ദളിതനാ, അംബേദ്കർ ദളിതനാ, കാട്ടാളൻ രാമായണം എഴുതിയ കാട്ടാളനെ ഓർമ്മയുണ്ടോ? മൂപ്പര് ദളിതനാ. അപ്പൊ ദളിതർക്ക് ഒരു കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അതവർ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സഹോദരൻ അയ്യപ്പനെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. കുറച്ച് പേർക്ക് അറിയില്ല. ഓക്കെ, അതായിക്കോട്ടെ. അദ്ദേഹം എന്ത് ചെയ്തു? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ എന്ത് ചെയ്തു? അങ്ങനെ പറഞ്ഞ ഒരാളെ ഒഴിവാക്കോ? ഗുരു എല്ലാവരും സ്വീകരിക്കും. അതാണ് അത്ഭുതം. അതാ മഹാഗുരു. ഗുരുവിനോട് ചെല്ലു പരാതി പോയി പറഞ്ഞു, ഭഗവാനെ അങ്ങ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നല്ലേ പറയുന്നത്. എന്നാൽ അയ്യപ്പൻ പോയിട്ട് പറയുന്നത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട. അപ്പൊ പറഞ്ഞു, അയ്യപ്പന്റെ വാക്കിലാണ് ദൈവമില്ലാത്തത്, പ്രവൃത്തിയിലുണ്ട് എന്ന് പറഞ്ഞു. എന്താണത്? പ്രവൃത്തിയിലുണ്ട്. കാരണം അതിനുശേഷം പറയുന്നുണ്ട് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം, യഥോചിതം 3 വട്ടം പറയുന്നുണ്ട് അയ്യപ്പൻ. ധർമ്മം തന്നെയല്ലേ ഈശ്വരൻ? അതല്ലേ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ സഹോദരൻ അയ്യപ്പൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കേരളത്തിലെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് വരെ കമ്മ്യൂണിസ്റ്റുകാരനായ ഈ സഹോദരൻ അയ്യപ്പൻ എന്റെ ഗുരുവാണെന്ന് പറയുക എഴുതി വെച്ചിട്ടുണ്ട്. അത്ര വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ, ചൈനയിൽ നിന്ന് കമ്മ്യൂണിസം ഒക്കെ പഠിച്ചു വന്ന ആളാണ്. അങ്ങേര് അവസാനം എഴുതുന്നറിയാം, ഗുരുദേവൻ മരിച്ചു കഴിഞ്ഞപ്പോ, സമാധിയായി കഴിഞ്ഞു, മരിച്ചു നമ്മൾ അറിയില്ല, സമാധിയായി കഴിഞ്ഞപ്പം ജരാരുജാമൃതി ഭയമഴ ശുദ്ധ യശോ നിർവാണത്തെ അടഞ്ഞ സദ്ഗുരു ജയ നാരായണ ഗുരു സ്വാമി ദേവ ജയ ഭഗവാനെ ജയ ജഗദ്ഗുരു. എന്താ പറഞ്ഞത്? ജയ ഭഗവാനെ ജയ ജഗദ്ഗുരു. കമ്മ്യൂണിസ്റ്റുകാരനായ നിരീശ്വരവാദിയായ സഹോദരൻ അയ്യപ്പനും ഗുരുദേവനോടൊപ്പം സഞ്ചരിച്ച അവസാനം എന്ത് മനസ്സിലായി? ജയ ഭഗവാനെ ജയ ജഗദ്ഗുരു. പിന്നെ ഏറ്റവും കൂടുതൽ ഒപ്പം നടന്ന ഒരാളുണ്ടല്ലോ, കുമാരനാശാൻ. കുമാരനാശാൻ നേരത്തെ പറഞ്ഞില്ലേ, ആരായുകിലന്ധത്വമൊഴിച്ചാതിമഹസ്സിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ വരദൈവം. ശരിയല്ലേ? അപ്പൊ അതുപോലെ എത്രയോ പേര് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഗുരുദേവൻ കുമാരനാശാൻ മറ്റെന്ന് പറഞ്ഞ് പിന്നീട് വേറൊരു കൃതിയിൽ എഴുതുന്നതാണ്, നമിക്കുവിൻ സഹചരെ നിയതമീ ഗുരുവാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ, ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ കുലത്തിന്, ഗുരുഭക്തിയില്ലാതാക്കും കുശലമാവോ. മനസ്സിലായോ? നമിക്കുവിൻ സഹചരെ നിയതമീ ഗുരുവാദം. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നത് അല്ലെ? ആ ഗുരുഭക്തി ഉള്ളതുകൊണ്ടല്ലേ വന്നത്. അതാണ്. ആ ഗുരുഭക്തി ഇല്ലെങ്കിൽ നമുക്ക് കുശലാവൂല. കുശലം എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? നിങ്ങൾ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് കുശലം ചോദിച്ചായിരുന്നോ? എന്താ കുശലാന്വേഷണം അല്ലെ? സുഖമാണോ, സന്തോഷമാണോ, അമ്മയ്ക്ക് ഇങ്ങനെ അച്ഛൻ, അതല്ലേ സുഖം. കുശലമാവുന്നത് സുഖവും സന്തോഷം ഉണ്ടാവില്ല എന്നാണ് ഈ ഗുരുഭക്തി ഇല്ലെങ്കിൽ. കേട്ടോ, അതറിയുന്നവരാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വള്ളത്തോൾ നാരായണമേനോൻ അറിയോ? വള്ളത്തോൾ നാരായണമേനോൻ കവിത്രയങ്ങൾ കേട്ടില്ലേ? അന്ന് സ്കൂളിൽ പഠിച്ചതല്ലേ കവിത്രയങ്ങൾ? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഇല്ലേ? എന്റെ സ്കൂളിൽ ഒരു കുട്ടി എഴുതിയ വെള്ളത്തേളെന്നാ. അങ്ങനെ എഴുതി. ശരിക്കും മലയാള ഭാഷ പറഞ്ഞ വെള്ളത്തേള് ഇല്ലേ? ആശാൻ ഇല്ലേ? ആശയ ഗംഭീർ, അതൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ? ആ വള്ളത്തോളം എഴുതിയിട്ടുണ്ട്. എന്താണ്? പാരിൽ ധർമ്മമുയർത്താനതുകുലേ പണ്ടെന്ന പോൽ ഈഴുവന്മാരിൽ സ്വാമി പിറന്ന മാസത്തിലാണോണോത്സവം, ആരും മറ്റിലൊരഖണ്ഡ മംഗളനഹോ സദ്യോഗ വിദ്യാമൃതം പൂരിക്കും പുതുചന്ദ്രനോ ജയിക്കചിരം നാരായണ ശ്രീഗുരു. എഴുതിയതാരാണ്? വള്ളത്തോൾ നാരായണമേനോൻ. ഇന്നല്ല അന്ന്. ഈ പറഞ്ഞ വ്യത്യാസങ്ങളൊക്കെ ഉള്ള സമയത്താണ് എഴുതുന്നത്. എന്തായത്? പാരിൽ ധർമ്മമുയർത്താൻ എതുകുലേ പണ്ടെന്ന പോൽ. അതെന്താ? അതിന് ഉത്തരം ആർക്കും പറയാം. പാരിൽ ധർമ്മമുയർത്താൻ എതുകുലേ പണ്ടെന്ന പോൽ. അതാരാണ് അങ്ങനെ അവതരിച്ചാണ്? ക്ലൂ വേണം? ക്ലൂ തരാം. പോരെ? എന്നാ പിന്നെ ആദ്യം പറഞ്ഞ എന്നെ ബുദ്ധിമുട്ടിക്കണം കേട്ടോ. നിങ്ങൾ എന്തൊരാളോ ഒന്നും പറഞ്ഞു തന്നൂടെ? കഴിഞ്ഞിട്ട് പോകണം കേട്ടോ, കാണിച്ചു തരാം. അപ്പൊ എന്താ പറഞ്ഞത്? പാരിൽ ധർമ്മം ഉയർത്താൻ ഏതു കുലത്തിൽ പണ്ടെന്ന പോലെ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അങ്ങനെ അവതരിച്ചതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. എവിടെയാണ്? യദുകുലത്തിൽ പണ്ടെന്ന പോൽ ഈഴുവന്മാരിൽ സ്വാമി പിറന്ന മാസത്തിലാണോണോത്സവം. കൃഷ്ണ ഭഗവാൻ തിരുവതാരം എടുത്തതുപോലെ എവിടെ? യദുകുലത്തിൽ എന്ന പോലെ ഈഴവകുലത്തിൽ ഇതുപോലെ തിരുവതാരം എടുത്തത് ഏത് മാസമാണ്? ഓണോത്സവം നടക്കുന്ന മാസം. ഓണം ഈ അടുത്ത ദിവസം കണ്ടല്ലായിരുന്നോ? ഇന്ന് എന്തോണോ? ഒഴിവോണം അല്ലേ? അല്ലേ? അപ്പൊ ഓണത്തിനല്ലേ ചതയം ഒക്കെ ആണോ? തിരുവോണം വട്ടം ചതയല്ലേ? അതാണ് വള്ളത്തോളം എഴുതിയത്. ഇങ്ങനെ എത്ര വേണമെങ്കിലും ഗുരുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് നേരിട്ട് സാക്ഷ്യപ്പെടുത്തി ഒരുപാട് ഗുരു ചെയ്ത അനുഭവങ്ങളുണ്ട്. സമയപരിമിതി കൊണ്ട് അങ്ങനെ കൂടുതൽ പറഞ്ഞു പോകേണ്ടെന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെ അതാ ഗുരുവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത. കുമാരനാശാൻ കുട്ടി വിളിച്ചോട്ടെ. പിന്നെ
കുമാരനാശാൻ ശ്രീമൂലം തിരുനാളിനൊരു കത്ത് കൊടുത്തു. ഞങ്ങളുടെ പരമാത്മാവായ പരമാത്മ ചൈതന്യമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ ഞങ്ങൾ ആരാധിക്കുന്നതാ. ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ആരാധിച്ച വേറെ ആരെങ്കിലും പേര് പറയാമോ? ആ കൂട്ടത്തിൽ ചോദിക്കാം. സശരീരനായിരിക്കുക എന്നാണ് ശരിയായ വാക്ക്. ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ വേറെ മനുഷ്യർ ആരാധിച്ച ഏതെങ്കിലും ദൈവങ്ങളുടെ അവതാരങ്ങളുടെയോ പേര് പറയാമോ? ശ്രീബുദ്ധനെ ആരാധിച്ചിട്ടുണ്ടോ? ശ്രീബുദ്ധൻ സമാധിയായ ശേഷമാണ് ആരാധിച്ചത്. ക്രിസ്തുദേവനും അങ്ങനെ തന്നെയാണ്. കൃഷ്ണ ഭഗവാനും അങ്ങനെ തന്നെയാണോ അല്ലയോ? കൃഷ്ണൻ സീരിയലൊക്കെ നിങ്ങൾ കാണുന്നല്ലേ? ആ സമയത്ത് ആരാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതേസമയം ജീവിച്ചിരിക്കുമ്പോൾ സശരീരനായിരിക്കുമ്പോൾ തന്നെ ആരാധന ജനങ്ങൾ നേരിട്ട് തിരിച്ചറിഞ്ഞ് ആരാധിച്ച ഒരു മൂർത്തിയുള്ളത് സാക്ഷാത് ഗുരുദേവനാണ്. അതിന് നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. തലശ്ശേരി എന്ന് പറഞ്ഞ ആള് ചിലപ്പോ പറയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിഷ്ഠ നടത്തി ആരാധിച്ചിട്ടുണ്ട് ഗുരുവിനെ. അത് പുത്തനത്തുകാർ പറയും. പുത്തനത്തുകാർ പോയത് ജഗന്നാഥ ക്ഷേത്രം അല്ലേ? ശരിയല്ലേ? ജഗന്നാഥ ക്ഷേത്രം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളൂ? അടുത്തേക്ക് ഒന്നുകൂടെ 2, 3 ഇല്ലേ? സാറവിടെ കണ്ടിട്ടില്ലേ? അത് ഇറ്റലിക്കാരനായിട്ടുള്ള സായിപ്പാട് ശില്പി. അത് 1927 ഗുരു സമാധി ആവുന്ന 28 ആ പ്രതിമ പഞ്ചലോഹ വിഗ്രഹം കൊണ്ടുവരുന്നത് ഗുരു കണ്ടിട്ടുണ്ട്. ഗുരു അത് കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. ആകെ പറഞ്ഞൊരു കമന്റ് എന്താണ്? ദീർഘകാലം ഇരിക്കും, ഭക്ഷണം വേണ്ടാന്നല്ലേ. നമ്മളത് പാവങ്ങളല്ലേ, അപ്പം അത് സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഗുരു വേണ്ടാന്ന് പറഞ്ഞോ? ഇല്ല. അതുപോലെ തന്നെ ഇവിടെ കോലത്തുകരയിൽ ഒരു നല്ലൊരു ചിത്രകാരൻ ഗുരുദേവനെ നോക്കി ചിത്രം വരച്ച് എല്ലാം കഴിഞ്ഞിട്ട് ആ കോലത്തുകരയിൽ അത് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കുമാരനാശാനെ പ്രതിഷ്ഠിച്ചതെന്നാണ് എന്റെ ഓർമ്മ. തെറ്റുണ്ട്, ക്ഷമിക്കണം, എന്റെ ഓർമ്മയിൽ പറയാം. അപ്പൊ അതും ഗുരു അവിടെ ഉണ്ട്. മനസ്സിലായോ? ഗുരു ഇരിക്കെ തന്നെയാണ് കോഴിക്കോട്ടെ ചൈതന്യസ്വാമി പിന്നെ പ്രാർത്ഥന എഴുതി അവതരിപ്പിച്ചത്. ഗുരു പുഷ്പാഞ്ജലിക്ക് അർപ്പിക്കത്തില്ലേ? അങ്ങനെ എത്ര ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുമാരനാശാൻ എഴുതിയത് എപ്പോഴാ? ആ രാജകീൽ അന്തത്തോഴി ചാതി മകസിൻ നേരാൻ വഴി കാട്ടും ഗുരു അല്ലോ പരദൈവം അല്ലെ? അതുപോലെ ഗുരുപാദ ദശകമുണ്ട്. ഇതെല്ലാം ഗുരുവിനെ സ്തുതിക്കുന്നത് ഈശ്വരനായിട്ടാണ്. അപ്പൊ ഈ ജീവിച്ചിരിക്കെ തന്നെ ഗുരുദേവൻ ആരായിരുന്നു? കൺമുന്നിൽ കണ്ടവർക്കെല്ലാം ഈശ്വരനായിരുന്നു. ഇപ്പൊ നമുക്ക് മാത്രമേ സംശയമുള്ളൂ അല്ലേ? നമുക്ക് മാത്രമേ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആ സംശയം ഉണ്ടാവരുത്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ സംശയിക്കൂല. അതിപ്പോ എങ്ങനെ പറഞ്ഞത് നേരമില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമുക്കും ദൈവമാകാൻ പറ്റും പോലും കേട്ടോ. ഈശ്വരന്റെ അംശം നമ്മുടെ ശരീരത്തിലുണ്ടോ? അതെവിടെ ഇരിക്കുന്നറിയോ? ഒരു ആധ്യാത്മികമായി പറഞ്ഞാൽ ശരീരമാകെ ഉണ്ടാവാം. ആധ്യാത്മികമായി പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്താ. അത് നേരക്കൊപ്പായിട്ട സാറെ പറയാമോ? പഠിച്ചിട്ടില്ലേ? എവിടെയാ? നട്ടലിന്റെ ഏറ്റവും ചുവട്ടിൽ മൂലാധാര ചക്രം എന്ന് കേട്ടിട്ടില്ലേ? അതൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭവം കൂടി കേട്ടില്ലല്ലോ. അങ്ങനെ സംഭവമൊക്കെ അടുത്ത ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ അമ്മയ്ക്ക് അറിയത്തില്ലേ? ആ ഏറ്റവും മനുഷ്യന്റെ ശരീരത്തിലുള്ള ഷഡാധാര ചക്രം, നട്ടലിന്റെ ഏറ്റവും ചുവട്ടിലുള്ള മൂലാധാര ചക്രത്തിൽ ഈശ്വര ചൈതന്യം. ഗുരുദേവൻ പറയുന്നത് 7.5 ചുറ്റം. ഗുരുദേവൻ മാത്രമല്ല, അതിൽ പറയുന്ന 7.5 ചുറ്റം ഇതായിട്ട് വളയിട്ടിരിക്കുന്ന ഉറങ്ങിയിരിക്കുന്ന ഒരു സർപ്പം പോലെയാണ്. അതിന്റെ പേരാണ് കുണ്ടലിനി. ആ കുണ്ടലിനി ഉണരുന്നതിനെ കുറിച്ച് ഗുരുദേവൻ തന്നെ എഴുതിയിട്ടുണ്ട്. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തുകണ്ടാടുപാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ അത പങ്കജം ചേർന്നു നിന്നാടുപാമ്പേ. ആ കുണ്ടലിനി ഉണരുന്നതാണ് യാകാശത്തിൽ അഗ്നി ഉയരുന്നത്. യാഗനത്വം അഗ്നി ഉയർത്തില്ലേ? അമ്പലത്തിൽ കൊടി ഉയരുന്നതിന്റെ ഉദ്ദേശവും കാണിക്കുന്നതും ആ ചൈതന്യം ഉണർന്നുയരുന്നതാണ് എന്നതുപോലെ എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നത് എന്താന്ന് യാതൊരു മറന്നു. അപ്പൊ ഗുരുദേവനെ കുറിച്ച് ഇങ്ങനെ പ്രകീർത്തിച്ചത് പറഞ്ഞതാ ഗുരുവിനെ കുറിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞത് കുമാരനാശാൻ പരാതി കൊടുത്തിട്ട് നിൽക്കാം നമ്മളല്ലേ സാർ? കുമാരനാശാൻ ശ്രീമൂലം തിരുനാൾ പരാതി കൊടുത്തു കേട്ടോ. പരാതിയിൽ അപേക്ഷ കൊടുത്തു, ഇത് ഗുരുദേവനെ കോടതി വിളിക്കരുത്, ഞങ്ങളുടെ ദൈവമാണ്. അപ്പോൾ ഉടനെ തന്നെ ഈ ശ്രീമൂലം തിരുനാളിന് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ശ്രീമൂലത്തിന്റെ മാതാവുണ്ട്, അവർ ഇടപെട്ടിട്ട് ശ്രീമൂലം തിരുനാളിന്റെ ഇത്തരം കാര്യങ്ങളിൽ ഉപദേശം നൽകുന്ന ആളിന്റെ പേര് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ്. കേട്ടിട്ടുണ്ടോ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ? തന്നെ ആ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് കത്ത് കൈമാറി. അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു, പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള പരമാത്മാവിന്റെ പ്രതിരൂപമായ ഇത് ഗുരുവിനെ ഇങ്ങനെ കോടതിയിലേക്ക് വിളിക്കുന്നത് തെറ്റാണ്. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഒരു തെറ്റുമല്ല. വിളംബരം ചെയ്തിട്ടുണ്ട് 1903 തിരുവിതാംകൂർ രാജാവ് ഔദ്യോഗികമായി വിളംബരം പുറപ്പെടുവിച്ചു. ശ്രീനാരായണ ഗുരുദേവനെ ഒരു കോടതിയിലും വിളിക്കാൻ പാടില്ല. ഇങ്ങനെ ലോകത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല. അതാണ് നമ്മുടെ ദൈവം. പിന്നെന്താ നമുക്കൊരു സംശയം ഉണ്ടോ? പിന്നെ ഈ കൊടുങ്ങല്ലൂരുകാരനായിട്ടുള്ള ഒരു MLA സത്യപ്രതിജ്ഞ ചെയ്തത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ സാറേ? പേരറിയത്തില്ലെങ്കിൽ സംഭവം ഓർമ്മയുണ്ടോ? കൊടുങ്ങല്ലൂരുകാരനായിട്ടുള്ള ഒരാൾ MLA ആയ ശേഷം ഗുരുവിന്റെ നാമത്തിൽ കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ആരെങ്കിലും മനസ്സിൽ കിടപ്പുണ്ടോ?
മറന്നുപോയോ? ഉണ്ടെങ്കിൽ കൈവെക്കും. പേര് ഓർക്കണ്ട, പേര് ഞാൻ പറഞ്ഞുതരാം. ആർക്കും ഓർമ്മയില്ല, മറന്നുപോയോ? എന്നാൽ നിങ്ങൾക്കൊക്കെ എപ്പോഴേക്കണം, വെറുതെ വഴക്ക് പറയട്ടെ എല്ലാവരും. എന്തൊരു ഉശിരുള്ള മനുഷ്യനെ. കൊടുങ്ങല്ലൂർ യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു, SNDP യൂണിയന്റെ, നമ്മുടെ സിറ്റി യൂണിയനില്ലേ, അതുപോലെ കൊടുങ്ങല്ലൂർ യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നത് ഉമേഷ് ചള്ളിയിൽ. മറക്കരുത്, ഇങ്ങനെ ചില പോരാളികൾ നമുക്കുണ്ട്. ഉമേഷ് ചള്ളിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് MLA സത്യപ്രതിജ്ഞ ചെയ്തത് ഗുരുനാമത്തിലാണ്. അപ്പൊ വേറെ നമ്മുടെ തന്നെ ആള് പരാതി കൊടുത്തു. വേറെ ആരെ പരാതി കൊടുക്കോ? മനസ്സിലായ ആരാ കൊടുത്തിട്ടുണ്ടാവും? നമ്മുടെയാണ്. അത് ശരിയല്ല, ദൈവം അല്ല എന്ന് പറയും. അങ്ങനെ തർക്കമായി കേസായി അവസാനം അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ കേസ് ഇങ്ങനെ വാദിച്ച് രാജൻ ബാബു വക്കീലൊക്കെ ഉണ്ട്. അവിടെ വാദിച്ച് അവസാനം ഇത് കേട്ടിരുന്ന തമിഴ്നാട്ടിലെ കൃഷ്ണമണി എന്ന് പറയുന്ന അയ്യർ. കൃഷ്ണമണി അയ്യർ എന്ന് പറഞ്ഞാൽ എന്തുവാ? അയ്യർ എന്ന് പറഞ്ഞാൽ എന്താ സാറേ? നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ച സംവിധാന പ്രകാരം ജാതിയിൽ ഉയർന്ന. പക്ഷെ ജാതി എത്രയുണ്ട്? ഓൺലി വൺ. എല്ലാവരും തുല്യരാണ് കേട്ടോ. വേറെ ജാതി ഉയർന്നതും താണവില്ല. നമുക്ക് താഴെയില്ല മുകളിലും ഇല്ല. അത് നിയമസഭയിൽ പോയിട്ട് ശ്രീമൂലത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആളാണ് ഈ പറയുന്ന സഹോദരയ്യപ്പൻ. അങ്ങനെയുണ്ട്. അതുകൊട്ടെ. അപ്പൊ ഈ പറയുന്ന അയ്യർ ഇറങ്ങി, എന്നാൽ കൃഷ്ണമണി അയ്യർ ആ കോടതിയിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന മഹാത്മാവിനെ ഈ കോടതിയിൽ ഇങ്ങനെ വിചാരണ ചെയ്യാൻ എന്താണ് സാധ്യത? അതിന് നിങ്ങൾക്ക് കഴിയുമോ? അത് ശരിയോ എന്ന്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് കോടതി പറഞ്ഞു, ഞങ്ങൾ ഈ കാര്യങ്ങൾ, ഇതാണ് ഗുരുദേവൻ നേടിയിട്ടുള്ള ആധ്യാത്മികമായ ഉന്നതിയുടെ മഹത്വം കോടതി മനസ്സിലാക്കുന്നു. കേസ് ഇവിടുന്ന് ക്ലോസ് ചെയ്തിരിക്കണം. ആ കേസിന് വിധി പറഞ്ഞില്ല. കാരണം എന്താണ്? ദൈവത്തിന് വിധി പറയാൻ കോടതിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. ആ ഗുരു നമ്മുടെ ദൈവമാണ്. മനസ്സിലായോ? ഓക്കെ അല്ലേ? അതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഗുരുദേവനാണ് അന്ന്. അപ്പൊ ഞാൻ ഗുരു ഇനി സമയമുണ്ടോ? പറഞ്ഞോട്ടെ, നിർത്തുന്നതിന് ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞാൻ തുടരണോ അല്ലെ നിർത്തണം? വിഷമിട്ടില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇത് നമുക്ക് കൂടാലോ. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? വണ്ടിക്കൂലി മടക്കി വിടാൻ വന്നാൽ പറയും, ഞാനും വരൂലേ, അല്ലെങ്കിൽ ഇവരാളെ കൊണ്ടുവരൂലേ, ഒന്ന് കൂടിക്കൂടെ ഇടയ്ക്കൊക്കെ. അത് പറ്റൂലേ? ഇത് കേട്ടിട്ട് എന്താ തോന്നുന്നത്? വളരെ മോശമായി പോയോ ഇങ്ങനെ ഇരിക്കുന്നത്? പിന്നെന്താ പ്രശ്നം? ഒരു വഴക്ക് പറയണം, വടിയൊക്കെ ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്നിച്ച് കൂടണ്ടേ? അപ്പൊ അല്ലെങ്കിൽ കുടുംബമായി മാറി. അത് വേറെ സാമ്പത്തിക മറ്റു നേട്ടമൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. നമുക്ക് ഇങ്ങനെ സന്തോഷകരമായി കുറെ അറിവൊക്കെ നേടി, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ പിന്നെന്താ ചെയ്തെന്നറിയാമോ? ഗുരുദേവൻ എന്തിനാവുന്നത് നമുക്ക് നോക്കണ്ടേ? യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ബാക്കി പറയട്ടെ. അഭ്യുത്ഥാനം അധർമ്മസ്യ ദദാത്മാനം സുജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേകെ. അർത്ഥം പറയണ്ടല്ലോ. ഏകദേശം നമുക്ക് കേട്ടൊരു അറിവില്ലേ? ഇല്ലേ? അധർമ്മത്തെ ഇല്ലായ്മ ചെയ്തിട്ട് ധർമ്മം പുനഃസ്ഥാപിക്കാനും അധർമ്മത്തെ അടിച്ചമർത്തിയിട്ട് ധർമ്മികളായിട്ടുള്ളവരെ കൈപിടിച്ചു ഉയർത്താനുമാണ് ഭഗവാൻ യുഗങ്ങൾ തോറും അവതരിക്കുന്നത്. എല്ലാവർക്കും അറിയാലോ. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഭഗവാനും വന്നതെന്ന് നമ്മളോട് ഇപ്പൊ മനസ്സിലായല്ലോ. അന്നത്തെ അവസ്ഥയൊക്കെ മനസ്സിലായല്ലോ. അങ്ങനെ സമൂഹമാകമാനം ഇങ്ങനെ ഈ കണ്ണുനീർ കയത്തിൽ മുങ്ങിച്ചാവാൻ കഴിയാത്ത വിധത്തിൽ കിടക്കുന്ന മനുഷ്യരെ അവിടെ കൈപിടിച്ചു ഉയർത്താനാണ് ഭഗവാൻ അവതരിച്ചതെന്നൊക്കെ അറിയുന്ന കാര്യമല്ലേ? അന്നത്തെ അവസ്ഥയ്ക്ക് അറിയാലോ. തൊട്ടുകൂടാത്തവർ, തീണ്ടക്കൂടാത്തവർ, ദുഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിലുണ്ണാത്തവർ, ഇങ്ങനെ ഒട്ടല്ലാഹോ ജാതി കോമരങ്ങൾ ഞാൻ അല്ല എഴുതിയത് ആശാനാണ്, കുമാരാശൻ. അതിന് സ്പീഡിൽ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അത്രയും വലിയ ദുരവസ്ഥ ഞാൻ നേരത്തെ എപ്പോഴും സൂചിപ്പിച്ചു, ലോകത്തിൽ എവിടെ ഉണ്ടായിട്ടില്ല. ആഫ്രിക്കയിൽ പോലും ഇങ്ങനെ ഒരു അവസ്ഥയില്ല. ആ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യരല്ലാതെ മാറിപ്പോയ മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാനാണ് കുമാരനാശാൻ ആദ്യമായിട്ട് SNDP യോഗത്തിന്റെ എന്താ പറയാ, നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടാവില്ലേ? SNDP യോഗത്തിന്റെ ഭരണഘടന ഇല്ലേ? ഉണ്ടല്ലോ. ആ ഭരണഘടന ആദ്യമായിട്ട് ഇറക്കിയത് അന്നത്തെ ജനറൽ സെക്രട്ടറി, 16 വർഷക്കാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന കുമാരനാശാനാണ്. അതിന്റെ ആമുഖത്തിൽ എഴുതിയേക്കുന്നത് അറിയാമോ? ഈ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അവതരിച്ചില്ലായിരുന്നെങ്കിൽ ഈഴവർ തൊട്ട് താഴോട്ടുള്ള മനുഷ്യർ ഈ ജാതിയുടെ കൊടും ക്രൂരതയും പീഡനവും സഹിക്കവയ്യാതെ ഒന്നെങ്കിൽ കാട് കയറിപ്പോയേനെ, അല്ല മതം മാറിപ്പോയേനെന്ന്. ഇപ്പൊ അവസ്ഥയെ കുറിച്ച് ഏകദേശം മനസ്സിലായോ? കുമാരനാശാൻ എഴുതിയതാ. ആ അവസ്ഥയിലേക്ക് ഗുരു എന്തിനാണ് വന്നതെന്ന് നിങ്ങൾക്കൊക്കെ ഊഹിക്കാമല്ലോ. നമ്മളെ കൈപിടിച്ചു വരുത്താനാണ്. അതാണ് ഗുരു ചെയ്തത്. അപ്പൊ ഗുരുദേവൻ അവിടെ മരുത്തുവമലയിൽ അശോകേട്ടൻ പറഞ്ഞ പോലെ തപസ്സൊക്കെ ചെയ്ത് പരമാത്മാവിന്റെ നേർക്കുനേരെയുള്ള പ്രത്യക്ഷത്തിൽ ആ പരമാത്മാവിൽ ലയിക്കുന്നതിന് പകരം ഗുരുദേവൻ എന്ത് ചെയ്യുന്ന അറിയാമോ? എന്താണ്? കഷ്ടം ദീനം പിടിച്ചോ മതിലേത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉദ്ദിഷ്ടോദ്ദിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. അതിന് മുമ്പുണ്ട്. സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി ദിനകരൻ ഉള്ളതയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു എന്ന് പറഞ്ഞാൽ അധികം പാടുന്നില്ല, സമയമില്ല. അതിന് ബാക്കിയാണ് കൃത്യമായി പറയുന്ന ഭാഗമാണ്. ഇതാണ് എന്താണ്? കഷ്ടം ദീനം പിടിച്ചോ മതിലേത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉദ്ദിഷ്ടോദ്ദിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. ഞാൻ അതിനാ വന്നത് കേട്ടോ. എന്തിനാ വന്നത്? ഭഗവാൻ പറയാണ്. എന്താണ്? കഷ്ടം ദീനം പിടിച്ചോ മതിലേത് കുടിച്ചോ. അതിനർത്ഥം ആർക്കും അറിയാം? ദീനം പിടിച്ചോന്ന് പറഞ്ഞാൽ ദീനം പിടിച്ച് കിടപ്പിലായി എന്ന് പറഞ്ഞാൽ എന്താ?
അസുഖം. അപ്പൊ ദീനം പിടിച്ച് കിടക്കുന്ന ഒരു ജനതയാണ് അന്നെന്ന് പറഞ്ഞാൽ ഞാനത് വിശദീകരിക്കണോ? അന്ന് ഭക്ഷണം ഉണ്ടോ സഹോദരി? മനുഷ്യർ കഴിക്കാൻ ഉണ്ടോ? കയറി കിടക്കാൻ നല്ലൊരു വീടുണ്ടോ? ഉണ്ടോ? ചാണകം മെഴുകിയ വീടെന്ന് പറഞ്ഞാൽ അറിയോ? അങ്ങനത്തെ അവസ്ഥയില. മരുന്നുണ്ടോ? ആശുപത്രി ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മരുന്ന് കിട്ടുമോ? നമുക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഭക്ഷണം ഇല്ല, മരുന്നില്ല, കിടക്കാൻ സൗകര്യം ഇല്ല. അങ്ങനെ പിന്നെ രാവും പകലും പണിയാണ്, കൂലിയും കിട്ടൂല. കിട്ടുമോ? കൂലി വെച്ചാൽ തല്ലി കിട്ടും. ഇങ്ങനെ അസുഖബാധിതരായി കിടക്കുന്ന മനുഷ്യർ. പിന്നെയോ മധുര ഏത് കുടിച്ചോ? എന്താണെന്നറിയോ? നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. സാധനം അക്കാലത്ത് അത്യാവശ്യം എല്ലാരും എന്ത് ചെയ്യും? ഈ കാലത്ത് തന്നെ ആരും കുടിക്കത്തില്ലല്ലോ, സത്യം. അപ്പൊ എന്താ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഈ സാധനം കഴിച്ചിട്ടും സുഖക്കേട് വന്നിട്ടും മനുഷ്യൻ ഇങ്ങനെ വളരെ ദുരിതാവസ്ഥ കിടക്കാണ്. അവരെ എനിക്ക് എന്ത് ചെയ്യണം? അവരെ എനിക്ക് അറിവിന്റെ നദിയിൽ മുക്കണം. അവരെ എന്ത് ചെയ്യണം? നദിയിൽ മുഴുകുവാൻ കാലമായി വന്നത് ഇപ്പോൾ. അവരെ ഏത് നദിയിലാണ് മുക്കുന്നറിയോ? അറിവിന്റെ നദിയിൽ മുക്കണം. ആരെ? ഈ കിടക്കുന്ന ജനതയെ. ഒരു മനുഷ്യ സമൂഹത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, അവർക്ക് എല്ലാ അവകാശങ്ങളും നേടിക്കൊടുക്കാൻ ആദ്യം അവർക്ക് നൽകേണ്ടത് അറിവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? പെട്ടെന്ന് വിശദീകരിക്കാതെ. അറിവ് കിട്ടിയാൽ രക്ഷപ്പെടുവോ? ഇല്ലയോ? ഇല്ല, രക്ഷപ്പെടും. അതാണ് ഗുരു മനസ്സിലാക്കിയത്. അതുകൊണ്ട് എല്ലാവർക്കും എന്ത് കൊടുക്കണം? അറിവ് കൊടുക്കണം. അതിന് ഗുരുദേവൻ അറിവ് എങ്ങനെയൊക്കെ കൊടുത്തു എന്നറിയാം. ഒരു ഉദാഹരണമൊക്കെ പറയാനുണ്ട്, സമയമില്ല. ഒന്ന് ഗുരുവിന്റെ വാക്കുകളല്ലേ അറിവ് തന്നത്, അല്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂലേ? അതുപോലെയുള്ള അറിവ് തന്നു. പിന്നെയോ കൃതികൾ, പുസ്തകങ്ങൾ, 64 കൃതികളില്ലേ, അറിയാലോ. പിന്നെ വേറെ ആരാന്നറിയാമോ? ഗുരുവിന്റെ പ്രവൃത്തിയാ മറ്റൊന്ന്. പ്രവൃത്തിക്ക് ഉദാഹരണം പറയാമോ? നമ്മുടെ മാറ്റിമറിക്കുന്നതിന് ഗുരു ചെയ്ത പ്രവൃത്തിയിൽ ഏതെങ്കിലും ഒരെണ്ണം ഇപ്പൊ പറയാമോ? ആർക്കും പറയാം. ആരാ പറഞ്ഞത്? ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു അല്ലെ? അന്ന് നമുക്ക് ക്ഷേത്രം നിർമ്മിക്കാൻ, പ്രതിഷ്ഠ നടത്താൻ പറ്റില്ലാതിരുന്ന സ്ഥലത്ത് ക്ഷേത്രം പ്രതിഷ്ഠ നടത്തി കാണിച്ചു തന്നു. ഇതിൽ ജാതി വ്യത്യാസം ഒന്നും ബാധകമല്ല അല്ലേ? പ്രവൃത്തിയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് ഉദാഹരണമാണ് പറഞ്ഞത്. ആ ക്ഷേത്ര പ്രതിഷ്ഠ തന്നെ അവസാനിക്കുന്നത് അവസാനം ഓങ്കാര പ്രതിഷ്ഠയിലാണ്. കണ്ണാടിയിൽ ഓങ്കാരം എഴുതി പ്രതിഷ്ഠിച്ചതാണ്. അതിലേക്കൊന്നും ഇനി നേരെ ഞാൻ ചുരുക്കിക്കോളാം കേട്ടോ, സമയം കുറഞ്ഞത് എനിക്ക് തന്നെ മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ്, അങ്ങനെ പ്രവൃത്തിയുണ്ട്. പിന്നെ കൂടാതെ ശിഷ്യന്മാരാണ് എത്ര പേര്? അപ്പൊ ഗുരുവിന്റെ വാക്കുകൾ, ഗുരുവിന്റെ കൃതികൾ, ഗുരുവിന്റെ പ്രവൃത്തി, ഗുരുവിന്റെ ശിഷ്യഗണങ്ങൾ. ശിഷ്യഗണങ്ങൾ ഏതാ? എനിക്കറിയുന്ന ഒരു ശിഷ്യന്റെ പേര് കുമാരനാശാൻ എന്നാണ്. സത്യം. അങ്ങനെ പറയും. അതിൽ ആശാൻ ചെയ്തു വേണമെങ്കിൽ ഞാൻ പറയാം. ഗുരുദേവന്റെ സകലമാന ദർശനങ്ങളും സാധാരണ മനുഷ്യരുടെ നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്ന വിധം എത്തിച്ചു തന്നത് കുമാരനാശാനാണ്. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കൊടു തണ്ണീരിതാശു നീ. ശരിയല്ലേ? അങ്ങനെ എത്ര കൃതികൾ, അതിലേക്കൊന്നും വിശദീകരിക്കണ്ടല്ലോ, സമയം പോയില്ലേ? അപ്പൊ അങ്ങനെ അവരെല്ലാം ചേർന്നിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നാണ്. അതിനകത്താണ് ഗുരുദേവൻ പറയുന്നത്, കൃതികളിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. പറഞ്ഞതിൽ ഒരു ഉദാഹരണമാണ് ജാതി നിർണയം. ജാതി നിർണയത്തിൽ പറയാണ്, ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്ന സന്തതി നരജാതി ഓർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാ പറച്ചിയിൽ നിന്ന് പണ്ട് പരാശര മഹാമുനി പിറന്നു മറസൂത്രിച്ച മുനി കൈവർത്ത കന്യയിൽ. ഒരു സമയം പരിധി കഴിഞ്ഞുകൊണ്ട് ഇനി നിങ്ങൾക്കത് കൂടുതൽ രസിക്കൂലെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാനും ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. കാരണം കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇല്ലേ കുറച്ച് ചുരുക്കാക്കല്ലേ, അല്ലേ? പിന്നെ നിങ്ങൾ വിളിച്ചാൽ വരുമെങ്കിൽ ഞാൻ നിർത്താം. ആയിക്കോട്ടെ. അപ്പൊ ഇന്ന് ചുരുക്കിയാ കഴിഞ്ഞത്. പക്ഷെ ഇതിന് ഒരു സമ്മപ്പ് അവസാനിപ്പിക്കണം. എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ശരിയാവില്ല. അപ്പൊ ഞാൻ അതിന് ചുരുക്കി പറയാം. ഉദാഹരണമായിട്ട് ഈ പറഞ്ഞ കാര്യം പിടികിട്ടില്ലേ? എന്താണ്? ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി നരജാതി ഓർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാ പറച്ചിയിൽ നിന്ന് പണ്ട് പരാശര മഹാമുനി പിറന്നു മറസൂത്രിച്ച മുനി കൈവർത്ത കന്യയിൽ. അതിന്റെ അർത്ഥം ചെറുതായിട്ടൊന്ന് പറയേണ്ടി വരും. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ചില്ല. ഒന്നെന്താണ്? ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്ന സന്തതി. ഒരു ജാതിയിൽ നിന്ന് മാത്രമേ അതേ സന്തതി പിറക്കത്തുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ കോഴി കുഞ്ഞാണോ കോഴിക്കുട്ടിയാണോ? കോഴി കുഞ്ഞെന്നാണോ വിളിക്കുന്നത്, കോഴിക്കുട്ടി എന്നാണോ? കോഴിക്കുഞ്ഞാ എന്നാ അങ്ങനെ തന്നെ രണ്ടും വിളിക്കും. അപ്പൊ നിങ്ങളുടെ മുറ്റത്തൂടി ഓടി നടക്കുന്ന കോഴിക്കുഞ്ഞ് ഒരു താറാവിൽ നിന്നുണ്ടാവില്ല, കോഴി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാ പറഞ്ഞതിന്റെ അർത്ഥം. ശാസ്ത്രീയമാണ് പറയാം. മനസ്സിലായോ? വീട്ടിൽ പശുക്കുട്ടി ഉണ്ടെങ്കിൽ അത് എരുമയെന്നുണ്ടാവില്ല. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്ന സന്തതി. മനസ്സിലായോ? ഗുരുശാസ്ത്രീയമായി പറയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോഡിൽ കൂടി ഒരു 2 വയസ്സായ കുട്ടി കൂട്ടം തെറ്റി നടന്നു പോകുന്നുണ്ടെങ്കിൽ ആ കുട്ടി ആരാണ്? അവൻ പറയാനും പോലും വെള്ളാളനും എടുത്താലും നായരും നമ്പൂതിരും തീയനും ഒന്നും അല്ല, പിന്നെയോ മനുഷ്യൻകുട്ടിയാണ്. ക്ലിയറായോ? ആ കുട്ടിയുടെ അച്ഛനും അമ്മ ആരാണ്? മനുഷ്യനാണ്. ഇത് ശാസ്ത്രീയം മനസ്സിലായില്ലേ? അതങ്ങനെ പോവാണ്. പിന്നെ പറച്ചിയിൽ നിന്ന് പണ്ട് പരാശര മഹാമുനി പിറന്നു. പറയസ്ത്രീ ആയിട്ടുള്ള അദൃശ്യത്തിൽ നിന്നാണ് പരാശരൻ ജനിക്കുന്നത്. അതിന്റെ ചരിത്രം ഞാൻ പറയില്ല. പിന്നെ അതേപോലെ തന്നെ മറസൂത്രിച്ച മുനി കൈവർത്ത കന്യയിൽ സത്യവതി എന്ന പേരായ തോണി കടത്തുകാരിയായ മുക്കുവ സ്ത്രീയിലാണ് നമ്മുടെ വേദം പകുത്തുന്ന വേദവ്യാസൻ ഉണ്ടായി. മറസൂത്രിച്ച മുനി എന്നാണ് വേദം പകുത്തുന്ന വേദവ്യാസനാണ്. അങ്ങനെ പണ്ട് എന്തില്ല? ചരിത്രപരമായും ശാസ്ത്രീയമായും ഏത് പരിശോധിച്ചാലും പഴയ കാലത്ത് എന്തില്ല?
ജാതി വ്യത്യാസമില്ല. അതാ ഞാൻ പറഞ്ഞ വേദങ്ങൾ ഒറിജിനലി ഇതൊന്നുമില്ല കേട്ടോ. ഈ പറഞ്ഞ ഒരു കുഴപ്പമില്ല. പിന്നെ ചിലർ ഉണ്ടാക്കിയ കുഴപ്പമായി മുള്ളേ, അങ്ങനെയാ നമുക്ക് ആകാൻ ക്ഷീണമായി പോയി ഹിന്ദുക്കൾക്ക് മൊത്തം. അത്രേ ഉള്ളൂ. അതെല്ലാം തിരുത്തി തന്ന ഒരാളെ ഉള്ളത്. ആരാൾ? ഗുരുദേവനാണ്. സത്യസന്ധമായ സനാതന ധർമ്മം പറഞ്ഞു തന്ന ആരാണ്? ഭഗവാൻ ഗുരുദേവനാണ്. അതിനാ ഗുരു വന്നത് ഒന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഗുരുദേവൻ ഈ അറിവൊക്കെ പറഞ്ഞു തന്നു. ഇനി അറിവ് കിട്ടിയാൽ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉദാഹരണം പറയാനുള്ള സമയം എടുക്കാം, കുഴപ്പമില്ലല്ലേ? പെട്ടെന്ന് ഞാൻ പറയാം. കാലാപാനി സിനിമയും കൂടെ അവതരിപ്പിച്ച് നിർത്തിക്കോളാം. കാലാപാനി സിനിമ കണ്ടവരാരെങ്കിലും ഉണ്ടോ? അതിനകത്ത് മോഹൻലാൽ തുടങ്ങി ഒരുപാട് നടന്മാരുണ്ട്. ഓർമ്മയുണ്ടാവും. സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥയാണ്, സ്പീഡ് കൂട്ടി. അപ്പൊ അതിനകത്ത് ഒരു രംഗമുണ്ട്. മോഹൻലാൽ ഡോക്ടറാണ്, വിദ്യാസമ്പന്നനാണ്. ബാക്കി ഒരുപാട് പേര് അടിമകളായി നിൽക്കുന്ന ആളുകൾ തടവിലാണ്, ഇങ്ങനെ ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ അതിനകത്ത് കാണിക്കുന്ന രംഗം എന്ന് വെച്ചാൽ ഒരു സായിപ്പിനെ കൊണ്ടുവരികയാണ് ആ സ്ഥലത്തേക്ക്. സായിപ്പിന് നടന്നു വരാൻ പറ്റത്തില്ല. അന്ന് വാഹനങ്ങളില്ലാത്തതുകൊണ്ട് പല്ലക്കിലാണ് യാത്ര. പല്ലക്ക് കണ്ടിട്ടുണ്ടാവും. മുന്നിലും പിന്നിലും രണ്ടാള്, നല്ല ആരോഗ്യമുള്ള രണ്ടുപേര് മുന്നിൽ രണ്ടുപേര് പിന്നിൽ. എന്നിട്ട് ഇങ്ങനെ ഹോഹോയ് 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 ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ കൊണ്ടുവരുന്നവന്റെ വിചാരം എന്താണെന്നറിയാമോ? ഇന്ന് സായിപ്പിനെ എടുക്കാൻ എനിക്കാണ് അവസരം കിട്ടിയത്. ആരെയാ കൊണ്ടുവരുന്നത്? നമ്മളെ അടിച്ച് തകർത്ത് 10 കോടി ജനങ്ങളാണ് മരിച്ചത് ബ്രിട്ടീഷുകാർ മരിച്ച കാലത്ത്. 200 കൊല്ലത്തിനിടെ. അറിയാം നിങ്ങൾക്ക്? 10 കോടി. അത്രയും മനുഷ്യർ രോഗം കൊണ്ടും അവർ കൊന്നതും അല്ലാതെയും നശിച്ച് മുഴുവൻ സമ്പത്തും അടിച്ചു മാറ്റി കരിമ്പ് ജ്യൂസ് എടുത്തിട്ട് ഒഴിവാക്കുന്ന ചണ്ടി പോലെ ഭാരതത്തെ മാറ്റിയ ആ വലിയ എന്താ പറയുക, അടിച്ചമർത്തിയ ഭരണാധികാരിയെ എടുത്തോണ്ട് വരുന്നവന് അറിവില്ലാത്തത് കൊണ്ട് അടിമത്വം അലങ്കാരമാണ്. ക്ലിയർ ആയോ? അറിവില്ലാത്തവന് അടിമത്വം അലങ്കാരമാണ്. അറിവുള്ളവന് അത് സഹിക്കാൻ പറ്റില്ല. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ മാനികൾക്ക് ഭാരതന്ത്രം മാനികൾക്ക് മൃതേകാവാക്യങ്ങൾ പൂരിപ്പിച്ചല്ലോ അല്ലേ? മുഴുവൻ ഒപ്പിക്കാൻ നേരല്ല. അതൊക്കെ അറിയുന്ന കാര്യമാണോ? അതുകൊണ്ട് ഈ അതായത് അറിവില്ലാത്തവനെ പൂട്ടിയിടാൻ ചങ്ങല വേണ്ട. അറിവില്ലാത്തവനെ എന്ത് ചെയ്യാം? അടിമയാക്കിയിട്ടാൽ തന്റെ വിധിയാന്ന് പറഞ്ഞു കിടന്നു. ഉള്ളവനെ പൂട്ടിയിട്ടാലും പൊട്ടിക്കൂലേ? അതാണ്. അപ്പൊ ഈ പറയുന്ന ആളെ ഇങ്ങനെ കൊണ്ടിറക്കുകയാണ്. അപ്പൊ സാഹിബിന് പല്ലൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് സാഹിബിനെ കൊണ്ട് ഇറങ്ങണം. ഈ തടിമാട സാഹിബിന് ചാടി ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽപ്പെട്ട ഒരുത്തൻ കുഞ്ഞു നിന്ന് മുട്ട നിന്ന് 2 കൈയും കുത്തി നിന്നിട്ട് ഈ സാഹിബ് അയാളെ പുറത്ത് ചവിട്ടി ഇറങ്ങാൻ പോവാണ്. ആ ബൂട്ട് അല്ലെങ്കിൽ ഷൂസ് ഇട്ട കാലുകൊണ്ട്. ഈ സിനിമയിൽ ഓർമ്മയുണ്ടല്ലോ, ഇനി ആ സിനിമ ആണെന്ന് നിങ്ങൾ നോക്കിക്കോ. എന്നിട്ട് ഈ നമ്മുടെ ഇന്ത്യക്കാരന് അടിമയായി നിൽക്കുന്ന അറിവില്ലാത്തവന്റെ പുറത്ത് ചവിട്ടുമ്പോൾ അവൻ അപ്പോഴും നോക്കാണ് എന്റെ പുറത്താട്ടാ സാഹിബ് ചവിട്ടുന്നത്, ഞാനാണ് എന്ന് പറഞ്ഞിങ്ങനെ ചവിട്ടി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അറിവുള്ളവൻ, നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഈ സാഹിബിന്റെ കീശ റിവോൾവർ കിടപ്പുണ്ട്. എന്തെങ്കിലും എതിർത്താൽ അതെടുത്ത് അപ്പൊ തന്നെ പൊട്ടിക്കുക, തൽക്ഷണം കൊന്നുകളയാനുള്ള അധികാരമുള്ള ജീവനാപത്താണെങ്കിൽ പോലും അതിനേക്കാളും വലിയ സ്വാതന്ത്ര്യമാണ്, അഭിമാനമാണ് വലുത് എന്ന് തിരിച്ചറിഞ്ഞ വിദ്യാസമ്പന്നനായിട്ടുള്ള ഡോക്ടർ, അതായത് മോഹൻലാലിന്റെ കഥാപാത്രം നേരെ സാഹിബ് ചവിട്ടാൻ തുടങ്ങുമ്പോൾ കാലങ്ങ് തട്ടി മാറ്റിയിട്ട് ആ അടിമയെ പിടിച്ചങ്ങോട്ട് മാറ്റി. എന്നിട്ട് പറഞ്ഞാൽ ഇന്ത്യൻസ് ബാക്ക് ഈസ് നോട്ട് എ ഫുട്ബോൾ, ഇന്ത്യൻസ് ബാക്ക് ഈസ് നോട്ട് എ ഫുട്ബോൾ. നിനക്ക് ചവിട്ടി ഇറങ്ങാനുള്ള പടിയല്ലടാ ഇന്ത്യക്കാരന്റെ പുറം. ആ പറയാനുള്ള തന്റെ വന്നത് അറിവിൽ നിന്നാണ്. ആ അറിവാണ് ആർക്ക് കൊടുത്തത്? കേരളത്തിലെ നമ്മുടെ പിന്മുറക്കാർക്ക് ഭഗവാൻ കൊടുത്തത്. ആ അറിവിലേറ്റ് ഉയർത്തെഴുന്നേറ്റതാണ് ജനത. അവനെ ഉയർത്തെഴുന്നേറ്റപ്പോ അതിന് മുഴുവൻ ചരിത്രം പോകുന്നില്ല. അറിവ് കിട്ടി. ഗുരുദേവൻ പറഞ്ഞു, എന്ത് നിങ്ങൾ എല്ലാവരും ഒരുപോലെ പേരിടണം. എല്ലാവരും പേര് ഒരുപോലെ ഇട്ട പേര് കേട്ട് തിരിച്ചറിയാം. ഒരുപോലെ വസ്ത്രം ധരിക്കണം. അങ്ങനെ എല്ലാ അവകാശങ്ങൾക്കും പോരാടണം. അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വൈക്കം സത്യാഗ്രഹമൊക്കെ നടക്കുന്നത്. റോഡെ നടക്കാൻ വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹം. അതുപോലെ കൃഷിഭൂമി, കർഷകന് തുല്യ ജോലിക്ക് തുല്യ കൂലി സ്ത്രീക്കും പുരുഷനും. നമ്മളെ വിളിച്ചത് ആദ്യം വേറെ രാഷ്ട്രീയ പാർട്ടിയല്ല. അങ്ങനെ നമുക്ക് വിവരമുണ്ടായി. സ്കൂൾ തുറന്നു. ഗുരുദേവൻ സ്കൂൾ തുറന്നില്ലേ? അറിയാലോ. സ്കൂളുകൾ തുറന്നു, മറ്റു സ്കൂളുകളും വന്നു. കുട്ടികൾ പഠിക്കാൻ പോകാൻ തുടങ്ങി. പഠിച്ചു, അറിവ് നേടി. കുറച്ച് കഴിഞ്ഞപ്പോ ആ അറിവ് നേടിയ നമ്മുടെ മക്കൾക്ക്, അന്നത്തെ മക്കൾക്ക് തോന്നി ഇത് തെറ്റാണല്ലോ. കൃഷി ചെയ്താൽ പിന്നെ വാഴക്കൊല വെട്ടേണ്ടത് നമ്മളല്ലേ, തേങ്ങ പറിക്കേണ്ടത് നമ്മളല്ലേ, ഇതെങ്ങനെയാ ജന്മിക്ക് കൊടുക്കുക? പറ്റത്തില്ല. കൃഷിഭൂമി കർഷകരെ ആഞ്ഞു വിളിച്ചു. നിരനിരയായി സമരങ്ങൾ നടന്നു. സമരങ്ങൾ അതിശക്തമായപ്പോൾ തിരുവിതാംകൂറിലും നമ്മുടെ നാട്ടിലൊക്കെ ഭൂപരിഷ്കരണം സ്വാതന്ത്ര്യത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഭൂപരിഷ്കരണ നിയമങ്ങൾ ഓരോന്നോരായി വന്നു. കൃഷിഭൂമി കർഷകന് കിട്ടി. അങ്ങനെ കിട്ടി വന്നിട്ട് അത് നേരിൽ കണ്ട ഒരാള് എന്റെ അനുഭവം കൊണ്ട് നിയമപ്രകാരം ഞങ്ങൾക്കും കിട്ടി. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയപ്പോ കാട് മൂടി കിടന്ന കൃഷി, അന്ന് നമ്മുടെ ഭൂമിയല്ലേ നമ്മൾ കൃഷി എങ്ങനെ ചെയ്യുന്നറിയാം? ഇന്ന് നട്ട് നാളെ പറിക്കാവുന്നേ ചെയ്യത്തുള്ളൂ. നമ്മൾ തെങ്ങ് നട്ടാൽ ആരാദായം കൊണ്ടുപോകും? കുരുമുളക് നട്ട ആര് കൊണ്ടുപോകും? അടയ്ക്കാൻ നട്ട ആര് കൊണ്ടുപോകും? അവരും കൊണ്ടുപോകും. അപ്പൊ പിന്നെ നാളെ പൂള, അതുപോലെ നെല്ല്, വാഴ, അത് മാത്രമേ ക്രിസ്തുകാല വിളകളുള്ളൂ. അത് നല്ലോണം നട്ടൂല. കാരണം ജന്മിയല്ലേ കൊണ്ട് തിന്നുന്നത്. ഇങ്ങനെ ആയതുകൊണ്ട് ഒരു തരത്തിലും ദാരിദ്ര്യം മാറാത്ത, കൃഷി ചെയ്ത് ദുരിതമായി മാത്രം കിടക്കുന്ന ഒരു കാലത്ത് കാട് പിടിച്ച സ്ഥലം ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് ഇനി പറയുന്നത്. അവിടെ ഒരു 4 ഏക്കർ സ്ഥലം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ആ സ്ഥലം എല്ലാം വെട്ടിത്തെറിച്ചിട്ട് കൃഷിപാടം റേഡിയോ കൂടി. കൃഷി ഭഗവാൻ എന്ന് കേട്ടിട്ടുണ്ടോ? ചിലതിന് കൃഷിഭവൻ എന്നാ പറയാ. റേഡിയോയിൽ കൃഷിപാടൊക്കെ ഓർമ്മയുണ്ടോ പണ്ടത്തെ?
അതിലൂടെ എങ്ങനെയാണ് കൃഷി നടന്നത്, ശാസ്ത്രീയ കൃഷിയൊക്കെ പഠിച്ചു. അപ്പൊ എന്റെ അച്ഛനും ഇത് മനസ്സിലാക്കി. അപ്പൊ എന്ത് ചെയ്തു, നമുക്ക് 165 എന്ന് പറയുന്ന അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ നടണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് പണിക്ക് ആളെ വിളിച്ച് പൈസ കൊടുക്കാനില്ലാത്ത ഞങ്ങൾ തന്നെ കാടെല്ലാം വെട്ടിത്തെളിച്ച് ഞങ്ങൾ തന്നെ അളവെടുത്ത് നീളത്തിൽ, നിങ്ങൾ റബ്ബർ തോട്ടം കണ്ടിട്ടുണ്ടോ? മറ്റു ഭാഗത്തേക്ക് പോകുമ്പോഴില്ലല്ലോ, കൃത്യമായ ദൂരത്തിൽ ലൈനായിട്ട് നടും. അങ്ങനെ നട്ട് വേനലിൽ വെള്ളവും കോരി ഒഴിച്ചു. ആ നേരത്തെ വാഴക്കൾ നമുക്കാന്ന് പറഞ്ഞാൽ. അങ്ങനെ 5 വർഷത്തിന് ശേഷം പ്രിയമുള്ളവരെ ഏതാണ്ട് 35-40 റബ്ബർ ഷീറ്റ് ഞങ്ങളുടെ വീട്ടിൽ. ആ റബ്ബർ ഷീറ്റ് റോഡ് വെക്കല ഞങ്ങളുടെ വീട് നിരനിരയായ അയലുമേൽ തൂക്കിട. ഇത് എന്റെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, ആ കാലത്ത് എല്ലാ വീട്ടിലും നടന്നതാണെന്ന് മറക്കരുത്. എന്റെ മാത്രമല്ലേ പറഞ്ഞു. അങ്ങനെ ഞാൻ താമസിച്ചിരുന്ന വീട് ഓല കെട്ടിയ വീടാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ? അതിനുള്ള ബാക്കി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, എന്റെ വീട്ടല്ല. അല്ല പിന്നെ ചാണകം മെഴുകിയ വീട്ടിൽ പിന്നെ അങ്ങനെ ഓലയായിരുന്നു. ആ ഓല വീട് ഞങ്ങൾ പൊളിച്ചു മക്കളെ. പൊളിച്ചിട്ട് ഞങ്ങളത് ഓടിട്ടു. നല്ല ചെങ്കല് വാങ്ങി കെട്ടി തേച്ച്, ചെറിയ വീടാണെങ്കിലും മനോഹരമായ ഒരു കൊച്ചു വീട് റോഡ് സൈഡിൽ എന്നിട്ട് മതിലൊക്കെ കെട്ടി. മനസ്സിലായോ? അപ്പൊ എന്തായി മാറി? അതിനു മുമ്പ് എനിക്കുണ്ടായിരുന്ന വള്ളി നിക്കർ ഇങ്ങനെ ചാടിപ്പോകും. പിന്നെ പാളെ കയറി ഇരുന്ന് വലിഞ്ഞുകൊണ്ട് പുറകിലൊക്കെ കുറച്ച് കീറ്റുണ്ടായിരുന്നു. സ്കൂളിലൊക്കെ ചെല്ലുമ്പോ അപ്പൊ മനസ്സിലായോ? പഴയകാലം ഇവർക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ ഉദ്ദേശം? അങ്ങനെ ദാരിദ്ര്യം പിടിച്ച ഒരു ചെരുപ്പ് ഞാൻ ഇടുന്നത് പ്രിയപ്പെട്ടവരെ ഏതാണ്ട് പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിക്കും. ചുരുക്കത്തിൽ ഇതാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? റബ്ബർ ഷീറ്റ് വന്ന് ഉണങ്ങി കൊടുത്തു. നല്ല പൈസ കിട്ടിയപ്പോ ഞങ്ങൾക്കൊക്കെ നല്ല കുപ്പായം വാങ്ങി തരുമോ? വാങ്ങോ? വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങോ? വീട് നന്നാക്കോ? എന്റെ വീട്ടിൽ മാത്രമല്ല, എല്ലായിടത്തും. അപ്പോൾ എന്ത് സംഭവിച്ചു? ഭക്ഷണ സാധനം വാങ്ങി വിൽക്കാൻ ഒരു കട ഉണ്ടാവുമോ ഉടനെ? കോട്ടുപള്ളി കട വരുമോ ഇല്ലയോ? വീട് നന്നാക്കുന്നുണ്ടെങ്കിൽ വീട്ടു സാധനങ്ങൾ വിൽക്കുന്ന കട വരുമോ? റോഡ് നന്നാക്കോ? പാലം ഉണ്ടാക്കോ? വണ്ടികൾ വരുമോ? കടകൾ ധാരാളം ഉണ്ടാവുമോ? നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. വരുമാനം ഉണ്ടായി. ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പോകുന്നു, കാർഷിക ഉൽപ്പന്നങ്ങൾ, അടയ്ക്കാൻ തേങ്ങയൊക്കെ വിൽക്കാൻ പോകുന്നു. ആ കട സാധനങ്ങൾ, പലവ്യഞ്ജന സാധനങ്ങൾ വെക്കുന്ന സൂപ്പർ മാർക്കറ്റ് ഒന്നല്ല, ചെറിയ ചെറിയ പീടികകൾ. പിന്നെ വണ്ടി വരുന്നു, അതിന് വഴി വരുന്നു, പാലം വരുന്നു, കെട്ടിടം വരുന്നു, വ്യവസായ സ്ഥാപനങ്ങളിൽ സാധനം വരുന്നു. ഇപ്പൊ അങ്ങാടി ഉണ്ടായതിനെ കുറിച്ച് ഏതാണ്ട് ധാരണ മനസ്സിലായോ? എന്റെ കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ അങ്ങാടിയൊന്നും ഇല്ല. നിങ്ങൾക്ക് ഉണ്ടോന്ന് എനിക്കറിയാം. കോഴിക്കോട് ചിലപ്പോൾ അതിന് മുന്നേ കുറച്ചോളം നിങ്ങൾ നഗരത്തിൽ ബന്ധമുള്ളതുകൊണ്ട് ഉണ്ടാവാം. പക്ഷെ ഗ്രാമങ്ങളിലൊന്നും ഇല്ല കേട്ടോ. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാ നാട് മാറിയത്? ആ നാടാണ് പിന്നെ വളർന്നു എവിടെ എത്തിയത്? ഇന്നത്തെ മനോഹരമായ കേരളം. ഓക്കെ ആണോ? പണ്ട് വാസ്കോ ഡി ഗാമ വന്നപ്പോ അന്തം വിട്ടുപോയി. അത് എന്ത് കണ്ടിട്ടാ? മൂപ്പര് അന്തം വിട്ടത് ഏലത്തോട്ടവും കുരുമുളക് തോട്ടവും കണ്ടിട്ടാ. ഇപ്പൊ എങ്ങനെയാണോ? സമൃദ്ധിയുടെ അടയാളം ഇന്ന് തോട്ടങ്ങളാണോ? മഹാനഗരങ്ങളല്ലേ? അല്ലേ? കോഴിക്കോട് നഗരം കണ്ടിട്ടല്ലേ കേരളം എത്ര വളർന്നു എന്ന് പറയുന്നത്? എറണാകുളം കണ്ടിട്ടല്ലേ? അപ്പൊ അതുപോലെയുള്ള ഈ വളർച്ചയ്ക്ക് പിന്നിൽ ആരാണ് യഥാർത്ഥത്തിൽ ഊർജം പകർന്നത്? ആരാണ് ഈ മാറ്റം ഉണ്ടാക്കി തന്നത്? സത്യത്തിൽ ഭഗവാനല്ലേ? ഭഗവാൻ പകർന്നുന്ന അറിവ് കൊണ്ടല്ലേ എല്ലാവരും മാറിയത്. ആ നന്ദി നാട്ടുകാർക്കുണ്ടോ? ഉണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരു ജയന്തി ഈഴവർക്ക് മാത്രമായിട്ട് മാറ്റി വെക്കുവോ? അല്ലെങ്കിൽ തീയർക്ക് മാത്രമായിട്ട് മാറ്റി വെക്കുവോ? SNDP യോഗത്തിന് മാത്രമായി ഗുരുജയന്തി ആഘോഷം മാറ്റി വെക്കുമായിരുന്നോ? നന്ദി കെട്ട സമൂഹം എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? നമ്മളെക്കാൾ വാശിയോടുകൂടി ഈ കേരളത്തിൽ ഇന്ന് അവർക്കും നമ്മളെല്ലാവർക്കും ഈ എന്താ പറയാ ദൈവത്തിന്റെ സ്വന്തം നാടായി സഹോദര്യത്തോടെ വിദ്യാസമ്പന്നരായി ആരോഗ്യരംഗത്തും എല്ലാ രംഗത്തും പുരോഗതി നേടി ലോകത്തിന് തന്നെ മാതൃകയായ സഹോദര്യത്തിന്റെ പുണ്യഭൂമി ഉണ്ടാക്കി തന്നതിൽ വലിയ പങ്കുവഹിച്ച ഗുരുദേവനെ ഓർക്കാതിരിക്കുമോ? അപ്പൊ ഈ സമൂഹം മനസ്സിലാക്കിയില്ല എന്തൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മളോ നമുക്ക് ഗുരുവിനെ മറക്കാമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുണ്ടാവുമോ? ഇല്ലേ? അപ്പൊ ഇതിന് പട നയിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി കുറച്ച് ചീത്തയൊക്കെ കേൾക്കും. കാരണം അദ്ദേഹം തുറന്നു പറയുന്നതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ മറക്കരുത്. അദ്ദേഹം ഇത് പറയാൻ തയ്യാറായതുകൊണ്ടാണ്. അദ്ദേഹം ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ എണ്ണമൊന്നും ഇനി പറയാൻ നേരമില്ല. എത്ര വലിയ മാറ്റം ഉണ്ടാക്കിയത്. 10-15 കോളേജ് ഉണ്ടായിരുന്നത് 150 എണ്ണത്തിലേക്ക് എത്തിപ്പോയി. കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ. അത് ചിലപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നാലും ഓക്കെ ആണോ? അതുപോലെ നമ്മുടെ മൈക്രോ ഫിനാൻസ് വന്നില്ലേ? ആ മൈക്രോ ഫിനാൻസ് കൊണ്ട് മാത്രം ഞാൻ പറയാം. എന്റെ ശാഖ തിരുവമ്പാടി ശാഖയാണ്. പിന്നെ യൂണിയനുണ്ട്. ആ ശാഖയിൽ ഞാൻ അവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, ശാഖയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ആ ശാഖയുടെ പ്രസിഡന്റ് ആയിരിക്കും ഒരു 35-40 കൊല്ലം മുമ്പ് ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണക്കെടുത്തപ്പോൾ 3 പേരാ ഉണ്ടായിരുന്നത് ശമ്പളം വാങ്ങുന്നത്. അതിലൊന്നും നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ബാബുമാഷാണ് ഒന്ന്. അങ്ങനെ 3 പേര്. ഇന്ന് എത്രയാണെന്ന് അറിയോ? എണ്ണിയാ തീരൂല. എവിടെ നിന്നുണ്ടായെന്നറിയോ? നിങ്ങൾക്കറിയോ? അതിന് കാരണം എന്താണ്? മൈക്രോ ഫിനാൻസിന്റെ മീറ്റിംഗ് പോലെ സ്ത്രീകളെല്ലാം രംഗത്തിറങ്ങി. സ്ത്രീകൾ ഒന്നിച്ചിരുന്ന് കഴിയുമ്പോൾ സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള പുരോഗതിയെ സംബന്ധിച്ച് അറിവ് പകർന്നു. സ്ത്രീകൾ സ്വാഗതം പറയുന്നു, അധ്യക്ഷം വഹിക്കുന്നു, കണക്ക് നോക്കുന്നു, പ്രസംഗിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്കൊരു കാര്യം മനസ്സിലായി. കുട്ടിക്ക് മാർക്ക് കുറഞ്ഞാൽ ഈ സഭയിൽ വന്നിരിക്കാൻ പറ്റില്ല, നാണക്കേടാ. എന്റെ കുട്ടി തോറ്റെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ എന്നെ കളിയാക്കൂലേ. അപ്പൊ വീട്ടിൽ കൃത്യമായി കുട്ടീനെ പഠിപ്പിക്കാൻ തുടങ്ങി. പിടികിട്ടിയ എന്താ മാറ്റമെന്ന്? സമൂഹത്തിൽ ഇറങ്ങി ഒരു നേതൃത്വത്തിൽ വരുമ്പോൾ കുട്ടിയുടെ വിദ്യാഭ്യാസവും വീട്ടിലെ അച്ചടക്കവും വഴക്കും ഒക്കെ പ്രശ്നങ്ങളൊക്കെ മാറൂലേ?
അങ്ങനെ ആ ശ്രദ്ധയോട് കൂടി പഠിപ്പിച്ചും പിന്നെ അറിവും കൂടി കൊടുത്തപ്പോ ആകെ മാറി. ചമൽ എന്ന് പറയുന്ന ശാഖയിൽ ഞാനൊരു 10 വർഷം മുമ്പ് ചെന്നപ്പോ അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട്, സാധാരണ മീറ്റിംഗ് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് സംസാരിക്കാനൊക്കെ നിൽക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ആ അമ്മമാര് സെറ്റ് സാരി കൊടുത്തവരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവർ വന്നിട്ട് പറഞ്ഞു, മാഷേ നിങ്ങൾ ഒരു 15 കൊല്ലം മുമ്പ് ഇവിടെ വന്ന് ഞങ്ങളുടെ മീറ്റിംഗ് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് നേടാൻ കഴിയാത്ത പോയ സ്വപ്നങ്ങൾ നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നില്ലേ? അന്ന് ഞങ്ങളത് ഞങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടു. ഇന്ന് എന്റെ മോൻ മാഷേ, എന്റെ മകൻ അധ്യാപകനാണ്. അപ്പൊ മറ്റേ അമ്മ പറയാം, എന്റെ മകൻ ഇന്ന് എഞ്ചിനീയറാണ്. മാറ്റം ഉണ്ടായോ? അപ്പൊ നമ്മൾ ആളുകളെ പിടിച്ചിരുത്തി അവർക്കൊരു ചെറിയ സ്പാർക്ക് കൊടുത്താൽ നന്നാവോ ഇല്ലയോ? അവരെ ഞാനാണ് പഠിപ്പിച്ചത്? അല്ല, അവർക്ക് തോന്നിയാ പോരെ. അപ്പൊ ഈ തോന്നലുണ്ടാക്കിയ സമൂഹം രക്ഷപ്പെടൂലേ? കോഴിക്കോട്ടുകാർക്ക് ഇത് അത്യാവശ്യമല്ലേ? നിങ്ങൾ എല്ലാവരും ഉന്നത എന്താ പറയുക വിദ്യാഭ്യാസവും സാമ്പത്തിക ശേഷിക്കുള്ളവരാണോ? ആണോ? എന്നാ പിന്നെ ഒന്നിച്ചു കൂടണ്ടേ? സമ്മതിച്ചോ? ഇനി വിളിച്ചാ വരുവോ? അത് ആ വഴിക്ക് പോവോ? ഇത് ഒരു വർഗീയത പറയാനൊന്നും അല്ലല്ലോ, ആരോ മോശാക്കാനല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആദർശം കാത്തു സൂക്ഷിക്കുന്ന സംഘടനയുടെ പേരെന്താ? SNDP. നമ്മൾ പറയുന്ന മുദ്രാവാക്യതാണ്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാ, മറ്റുള്ളവർ നശിച്ചു പോകാനല്ല. ഓക്കെയാണോ? എന്നാ ഇനിയൊന്നും പറയണ്ടല്ലോ. നിങ്ങൾ ഇനി കാണാൻ കിട്ടൂല്ലോ അല്ലേ? വാക്കാണേ, നിങ്ങൾ വാക്ക് പറഞ്ഞില്ലല്ലോ. വരുവോ? ഓക്കെ. എന്നാൽ ഇത്രയും നല്ല ഒരു പരിപാടിയിൽ എന്നെ കൂടി പങ്കെടുപ്പിക്കാൻ കാണിച്ച ഈ സിറ്റി യൂണിയന്റെ അസോസിയേറ്റ്, അതുപോലെ എല്ലാ ഭാരവാഹികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയും ഭഗവാൻ അനുഗ്രഹത്താൽ നമുക്കൊക്കെ പ്രയാസങ്ങളൊന്നുമില്ലാതെ ഒരുപാട് കാലം ഇല്ലേ ഇങ്ങനെ ഭൂമിയിൽ പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ആശംസകൾ. ഒരുപാട് ലേറ്റായി സത്യത്തിൽ